ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി ടേബിൾ. ഷൈൻസ് പഠിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം, ഫിസിക്സ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ പേര് ഇലക്ട്രിക് എനർജി കൺസെപ്ഷൻ ആൻഡ് കൺസർവേഷൻ, വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട് കറക്റ്റ് പറയുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് നോട്ടാക്കി എഴുതിയിരിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അടുത്ത ടോപ്പിക്ക് പോകുമ്പോൾ ടോപ്പിക് അല്ല, ജസ്റ്റ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. റെഡി അല്ലേ? അപ്പൊ എല്ലാവരും റെഡി വിചാരിക്കുന്നു. റെഡി? അപ്പൊ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അതിന് മുമ്പ് നമ്മൾ ഇതേ പറയാൻ പോകുന്നത് ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ ജസ്റ്റ് ഒരു അൺഷൂർ അടിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ പറയാൻ പോകാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് എന്താണ് ഊർജ്ജ പരിവർത്തനം. ഊർജ്ജ പരിവർത്തനം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബൾബ് എന്താ പുറത്ത് വിടുന്നത്? പ്രകാശമല്ലേ. അപ്പൊ പ്രകാശോർജ്ജമാണ് നമുക്ക് തരുന്നത്. എന്ത് കൊടുക്കുമ്പോഴാണ് പ്രകാശം പുറത്തു വരുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴാണ്, കറണ്ട് കൊടുക്കുമ്പോഴാണ് ലൈറ്റ് എനർജി പുറത്തു വരുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്, അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ഊർജ്ജ പരിവർത്തനം എന്താണ്? ഇലക്ട്രിക് എനർജി വൈദ്യുതോർജ്ജം എന്തായി മാറാണ്? പ്രകാശോർജ്ജമായി മാറാണ്, ലൈറ്റ് എനർജിയായി മാറാണ്. ഓക്കെ, ഇതേപോലെ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു മിക്സി അതേപോലെ കെറ്റിൽ, ഇങ്ങനെ ഓരോ ഉപകരണങ്ങളും നല്ല എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ ഇലക്ട്രിസിറ്റി ആണ് കൊടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ മിക്സി ആണെങ്കിലും അതേപോലെ തന്നെ ഒരു കെറ്റിലാണെങ്കിലും അതേപോലെ ഒരു അയൺ ബോക്സ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി ആണ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്താണ്? വേറെ ഐറ്റത്തിൽ സാധനങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ മിക്സി ആണെങ്കിൽ കറങ്ങുന്ന എന്താണ്? ഒരു മെഷീൻ ആണ്. അപ്പൊ കിട്ടുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ കൊടുക്കുന്ന ഇലക്ട്രിക് എനർജി എന്തായി മാറുന്നു? മെക്കാനിക്കൽ എനർജി ഒരു എന്തായി മാറുന്നു? ഒരു യാന്ത്രികോർജ്ജമായി മാറുന്നു. പക്ഷേ കെറ്റിലാണെങ്കിലോ കൊടുക്കുന്നത് വൈദ്യുതോർജ്ജമാണെങ്കിലും നമുക്ക് കിട്ടുന്നത് എന്താണ്? കെറ്റിൽ നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? അതെ, ചായ ചൂടാക്കാൻ അല്ലെങ്കിൽ എന്താ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുക. ചായ ചൂടാക്കാനല്ല, ചായ ഉണ്ടാക്കാൻ. ഓക്കെ, വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താ? ചൂട്, താപോർജ്ജമാണ് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയാണ്. അപ്പൊ ഇലക്ട്രിക് എനർജി എന്തായി മാറുന്നു? ഹീറ്റ് എനർജിയായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഊർജ്ജ പരിവർത്തനം എന്താണ്? എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. നമ്മൾ ചാപ്റ്ററിന്റെ ഹെഡിങ് പറഞ്ഞ പോലെ തന്നെ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്ട് നോക്കാൻ പോവാണ്. അത് ഈ ഹീറ്റിംഗ് എഫക്ട് തന്നെ ഏതൊക്കെ ഉപകരണങ്ങൾ ആലോചിക്കുക. ഏതൊക്കെ ഉപകരണമാണത്? നമുക്ക് കെറ്റിൽ ഹീറ്റ് തരുന്നുണ്ട്, അയൺ ബോക്സ് ഹീറ്റ് തരുന്നുണ്ട്, അതേപോലെ തന്നെ വേറെന്തുണ്ട്? അതെ, ഹീറ്റർ എന്ത് തരുന്നുണ്ട്? ഹീറ്റ് തരുന്നുണ്ട്. അതായത് ഓരോ ഉപകരണവും താപം പുറത്ത് തരുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് എന്ത് പറയാം? താപന ഉപകരണങ്ങൾ എന്ന് പറയാം. മറക്കരുത്, ഹീറ്റിംഗ് എക്യുപ്മെന്റ്സ്, ഹീറ്റിംഗ് മെറ്റീരിയൽസ് പറയാം. താപം പുറത്തുവിടുന്ന എല്ലാ മെറ്റീരിയൽസും താപന ഉപകരണങ്ങൾ എന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ താപന ഉപകരണങ്ങളിൽ താപം പുറത്തുവിടാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ മറക്കരുത്. താപന ഉപകരണങ്ങൾ, ഹീറ്റിംഗ് എക്യുപ്മെന്റ്സിലെ, ഹീറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിലെ താപം പുറത്തുവിടാൻ സഹായിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് എലമെന്റ്. ഈ ഹീറ്റിംഗ് എലമെന്റ് വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഹീറ്റിംഗ് എലമെന്റ് എന്നാണ് ഭാഗത്തിന് വിളിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഇസ്ത്രി പെട്ടി ആണെങ്കിൽ, ഒരു ഇസ്ത്രി പെട്ടി ജസ്റ്റ് ചിത്രം വരക്കാൻ പോവാണ്. ഇസ്ത്രി പെട്ടിയാണ് എല്ലാവർക്കും തോന്നുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഒരു ഇസ്ത്രി പെട്ടിയാണ്. ഈ ഇസ്ത്രി പെട്ടിനുള്ളിൽ എന്ത് ചെയ്യുക? ഒരു കോയിൽ എന്ന് വിചാരിക്കുക. ഈ കോയിലാണ് എന്തൊരു ഇസ്ത്രി പെട്ടിക്ക് താപം നൽകുന്നത്. അപ്പൊ ഈ കോയിലിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹീറ്റിംഗ് എലമെന്റ്. മലയാളത്തിൽ എന്തെന്ന് പറയാ? ഹീറ്റിംഗ് എലമെന്റ് തന്നെ പറയാം. മറക്കരുത്, ഹീറ്റിംഗ് എലമെന്റ്. അപ്പൊ ഹീറ്റിംഗ് എലമെന്റ് ആണ് എന്ത് തരുന്നത്? ഒരു ഉപകരണത്തിൽ എന്ത് തരുന്നത്? നമുക്ക് ഇവിടെ ഒരു ഉപകരണത്തിൽ നമുക്ക് എന്ത് തരുന്നത്? ഒരു ഉപകരണത്തിന് താപം തരുന്ന ഭാഗം, ഒരു താപന ഉപകരണത്തിൽ താപം തരുന്ന ഭാഗത്തിന് എടുക്കുന്ന പേര് ഹീറ്റിംഗ് എലമെന്റ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ വൈദ്യുത പ്രവാഹത്തിന്റെ താപവുമായി ബന്ധപ്പെട്ട് വേറെ പഠിക്കുന്ന സംഭവമാണ് എന്ത്? അതിനുശേഷം ജൂൾസിന് മുമ്പ് ഒരു കാര്യം കൂടി പഠിക്കാണ്ട്. ഈ ഇസ്ത്രിപ്പെട്ടിക്ക് സ്പെസിഫിക് ആയിട്ട് ഹീറ്റിംഗ് എലമെന്റിന്റെ പേരുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഇസ്ത്രിപ്പെട്ടിനെ ഹീറ്റിംഗ് എലമെന്റിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് കോയിൽ. മറക്കരുത്, ഇസ്ത്രിപ്പെട്ടിയുടെ ഹീറ്റിംഗ് എലമെന്റിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് കോയിൽ. അതേപോലെ തന്നെ ഈ ഹീറ്റിംഗ് കോയിൽ എന്ത് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ചോദിക്കും. മക്കളെ മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിട്ടുള്ള ഏത് ഇസ്ത്രിപ്പെട്ടിയുടെ അല്ലെങ്കിൽ ഏത് ഉപകരണത്തിലായാലും ചൂട് തരുന്ന ഭാഗം, ഒരു ഹീറ്ററിലായാലും ഒരു കെറ്റിലായാലും ചൂട് തരുന്ന ഭാഗം നിർമ്മിച്ചുള്ള ഏത് ഉപയോഗിച്ചാണ്? നിക്രോം ഉപയോഗിച്ച്. മറക്കരുത്, എന്ത് ഉപയോഗിച്ചിട്ടാണ്? നിക്രോം. ഈ നിക്രോം എന്ന് പറഞ്ഞ സാധനം എന്തെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ചത്, ഏതെല്ലാം കൂടി ചേർന്ന ലോഹസങ്കരമാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് എക്സാമ്പിൾ ആണെങ്കിൽ നിക്രോം ആണ് എന്ത്? ഒരു ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും മെറ്റീരിയൽ ലോഹസങ്കരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ നിക്രോം എന്ന് പറയുന്ന ഈ ലോഹസങ്കരം എന്തെല്ലാം കൂടി ചേർന്നതാണ്? അപ്പൊ എന്ത് ചെയ്യണം? ഈ നിക്രോം എന്ന് പറയുന്ന ലോഹസങ്കരം എന്തെല്ലാം കൂടി ചേർന്ന് ചോദിക്കുമ്പോൾ പറയണം എന്ത്? മറക്കരുത്, നിക്കൽ പ്ലസ് ക്രോമിയം. ലോഹസങ്കരം എന്ന് പറയുമ്പോൾ അലോയ്. നിക്രോം ഒരു അലോയ് ആണ്. ഈ അലോയ് നിർമ്മിച്ചുള്ളത് നിക്കലും ക്രോമിയവും കൂടെ എന്തും കൂടി ചേർന്നാണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? അയൺ. മറക്കരുത്, നിക്കല്, ക്രോമിയം പ്ലസ് അയൺ. ഈ മൂന്ന് എലമെന്റ്സ് മൂലകങ്ങൾ കൂടി ചേർന്ന ഒരു ലോഹ സങ്കരമാണ് എന്ത്? മറക്കരുത്, എന്ത്? നിക്രോം എന്ന് പറയുന്നത്. അപ്പൊ നിക്രോം ആണ്
എന്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? നമ്മളെ ഹീറ്റിംഗ് കോയില്, ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യമാണ് ഇവിടെ ചോദിക്കാൻ സാധ്യത ഏറ്റവും ഇമ്പോർട്ടന്റ് അടുത്ത ചോദ്യമാണ് ഈ നിക്രോമിന്റെ ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ചോദിക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഈ നിക്രോം, ഈ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിന്റെ സവിശേഷതകൾ ചോദിക്കും, പ്രോപ്പർട്ടീസ് ചോദിക്കും, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും. അതായത് നിക്രോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്ന മക്കളെ ഇമ്പോർട്ടന്റ് ആണ് പറയാൻ പോട്ടോ. നിക്രോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്നാമത്തെ അതിന് എന്ത് കൂടുതലാണ്? റെസിസ്റ്റിവിറ്റി. എന്താണ് റെസിസ്റ്റിവിറ്റി? ഭയങ്കര ഹൈ ആണ്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. അതേപോലെ തന്നെ അടുത്തതാണ് ഭയങ്കര ദ്രവണാങ്കം. എന്താ പെട്ടെന്ന് ഒരുങ്ങിപ്പോ ഇല്ല. ഒരു ഹീറ്റിംഗ് കോയിലിന്റെ സാധനം, ഒരു ഹീറ്റിംഗ് കോയിൽ പെട്ടെന്ന് ഒരുങ്ങിപ്പോയാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഒരു ഇസ്ത്രി പെട്ടി ചൂടാക്കുമ്പോൾ ഇസ്ത്രി ഇടുമ്പോൾ സാധനം ഒരുങ്ങിപ്പോയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇസ്ത്രി പെട്ടി കൊണ്ട്? ഇല്ല. അപ്പൊ ഇസ്ത്രി പെട്ടിന്റെ ഉള്ളിലുള്ള ഹീറ്റിംഗ് കോയിൽ പെട്ടെന്ന് ഒരുങ്ങി പോകാൻ പാടില്ല. അപ്പൊ ഈ സാധനം പെട്ടെന്ന് ഒരുങ്ങി പോകില്ല. അത് മനസ്സിലാക്കാൻ അർത്ഥങ്ങൾ എന്താണ്? അർത്ഥമാക്കുന്നത് അതിന് ഉയർന്ന ദ്രവണാങ്കമാണ്, ഹൈ എന്താണ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. മറക്കരുത്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഈ സാധനം പെട്ടെന്ന് തുരുമ്പിടിക്കില്ല. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഹൈ എന്താണ്? ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധമുണ്ട്. ആർക്ക്? നിക്രോമിന്. 3 പോയിന്റ് നമ്മൾ പറഞ്ഞു. റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, അടുത്തതാണ് ഉയർന്ന ദ്രവണാങ്കമുണ്ട്, മൂന്നാമത്തെ എന്താണ്? ഓക്സിഡേഷൻ പ്രതിരോധമുണ്ട്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഇനി നാലാമത്തെ പോയിന്റ് ആണ് ചുട്ട് പഴുത്ത അവസ്ഥയിലും കൂടുതൽ നേരം എന്ത് പുറത്തുവിടാൻ കഴിയും? താപം പുറത്തുവിടാൻ കഴിയും. നല്ല ഹീറ്റായി നിൽക്കുന്ന പോയിന്റിലും എന്ത് പുറത്തുള്ള കഴിവുണ്ട്? എന്ത് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്? ഹീറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആർക്ക്? ഈ നിക്രോം എന്ന് പറയുന്ന ഒരു അലോയ്ക്ക് അല്ലെങ്കിൽ ഒരു ലോഹ സങ്കരത്തിന്. ഓക്കെ, മറക്കരുത്. ഈ നിക്രോമിന്റെ സവിശേഷതകൾ ചോദിക്കാറുണ്ട്. എക്സാമിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? നിക്രോമിന്റെ സവിശേഷത. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. എന്ത്? ഈ ലോഹ താപന ഉപകരണങ്ങളുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുക ഇമ്പോർട്ടന്റ് ആയിട്ട്. ഓക്കെ, ശരി. ഇനി അടുത്ത സാധനമാണ് എന്ത്? ജൂൾസ് ലോയുമായി ജൂൾസ് എന്താണെന്ന് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. എന്ത്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂപ്പർ രൂപീകരിച്ചിട്ടുള്ള ഒരു ലോ ആണെന്ത്? ജൂൾ നിയമം അല്ലെങ്കിൽ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട് കുറെ ഇക്വേഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ഇക്വേഷൻ ആണ് ഹീറ്റിന്റെ ഇക്വേഷൻ, H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ I ആരാണ്? കറണ്ട് ആണ്, വൈദ്യുത പ്രവാഹമാണ്. R ആരാണ്? പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. T എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ഒരാ T സമയമാണ്, ടൈം ആണ്. H എന്താ? ഹീറ്റ്. അപ്പോ ഹീറ്റ് എന്ന് പറഞ്ഞാൽ I-ന്റെ സ്ക്വയർ, കറണ്ടിന്റെ സ്ക്വയറും വർഗവും, അതായത് ആറിന്റെ പ്രതിരോധവും അതേപോലെ തന്നെ സമയവും തമ്മിലുള്ള ഗുണനഫലമാണ് മൾട്ടിപ്ലൈഡ് ബൈ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ എക്സാം ചോദിക്കും എന്താ ജൂൾ ചോദിച്ചാൽ പറയാം. ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപകരണം ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് അതിലെ വൈദ്യുത പ്രവാഹത്തിന്റെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് അല്ലെങ്കിൽ നേരനുപാതത്തിലാണ്. അതായത് the heat produced in a conductor, heat produced by a conductor is directly proportional to the square of current and resistance and the time of the എന്ത്? കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈം. ഇതാണ് ജൂൾസ് ലോ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം അടുത്ത സാധനം എന്ത്? ഇലക്ട്രിക് പവർ ഒന്നുമില്ല. ഇലക്ട്രിക് പവറിന് എന്ത്? പവറിന്റെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാണ്ട്. ഇവിടെ ജൂൾസ് ലോയില് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ച പോലെ, ജൂൾസ് ലോയില് എച്ചിന്റെ കുറച്ച് ഇക്വേഷൻസ് പഠിച്ച പോലെ പവറിന്റെ ഇക്വേഷൻസ് പഠിക്കാണ്ട്. അപ്പൊ എച്ചിന്റെ ഇക്വേഷൻ 3 എഴുതി വെക്കുക. എച്ചിന്റെ ഇക്വേഷൻ H=I²RT എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ, I²RT എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ H= എന്ത്? V². V²T/R എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ H=VIT എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ ഈ T എന്ന് പറയുന്ന ഈ പോർഷൻ ഒഴിവാക്കി നമുക്ക് ആര് ഇക്വേഷൻ കിട്ടും? പവറിന്റെ ഇക്വേഷൻ കിട്ടും. ആ പവറിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കടാ. P=I²R. അതേപോലെ തന്നെ P=V²/R. അതേപോലെ തന്നെ P= എന്ത്? VI. മറക്കരുത്. V²T/R, I²RT. ഇതൊക്കെ ടീന്റെ ഇക്വേഷൻ ഒഴിവാക്കി നമുക്ക് ആര് ഇക്വേഷൻ കിട്ടും? പവറിന്റെ ഇക്വേഷൻ കിട്ടും. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്നത് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് എന്ന് പറയുന്നത് വൈദ്യുത പവർ കഴിഞ്ഞു. വാട്ട് അവർ മീറ്റർ. വാട്ട് അവർ മീറ്റർ ആർക്കിലും ഓർമ്മ പെട്ടെന്ന് കമന്റ് ഇട്ടോ. മറക്കരുത്. വാട്ട് അവർ മീറ്റർ എന്താന്നുള്ളത് പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യണം? റെഡി. ഓക്കെ, പോയി വട്ടം പോയിടാ. യെസ്, വട്ടം പോയി. അപ്പോ വാട്ട് അവർ മീറ്റർ എന്താന്നുള്ളത് പറയാൻ പോവാണ്.
യെസ് പോയി. വാട്ട് അവർ മീറ്റർ പറയാൻ മക്കളെ മറക്കരുത്. അടുത്താണ് വാട്ട് ഹവർ മീറ്റർ അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ. വാട്ട് അവർ മീറ്റർ എല്ലാവർക്കും അറിയാം. അല്ല നിങ്ങളെ വീട്ടില് KSEBക്കാർ വരുമ്പോൾ ഒരു സാധനം നിങ്ങൾ നോക്കിക്കാണ്ടുക, ഒരു പച്ച ഇടുന്ന സാധനം. യെസ്, ആ പച്ച ഇട്ടത്തിൽ നിങ്ങളെ വീട്ടിൽ മീറ്റർ എന്ന് വിളിക്കുന്ന സാധനത്തിന്റെ പേരാണിത് വാട്ട് അവർ മീറ്റർ. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആണ്, അവർ എന്ന് പറഞ്ഞാല് മണിക്കൂറിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വീട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവരും കിട്ടും. ഈ വാട്ട് അവർ മീറ്ററിന്റെ താഴത്ത് വരുന്ന ഒരു ഇക്വേഷൻ ആണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ മറക്കരുത്? പവർ ഗുണിക്കണം പവർ ഇൻറ്റു ടൈം ബൈ 1000. മറക്കരുത്. ഈ ടൈം സാധാരണ ടൈമിൽ SI യൂണിറ്റ് സെക്കൻഡ് ആണ്, പക്ഷെ ഇവിടുത്തെ ടൈം എന്താണ്? മണിക്കൂറിലാണ്, ഹവറിലാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇവിടുത്തെ പവർ അതേപോലെ കിലോ വാട്ട് അല്ല വാട്ടിലാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം, ഈ ഇക്വേഷൻ ഓർത്തു വെക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞു. ഓക്കെ, എന്താണ്? ഓക്കെ, പോണം. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് മീറ്റർ കഴിഞ്ഞ ശേഷം അടുത്ത സംഭവമാണ് ഊർജ്ജ പ്രതിസന്ധി അല്ലെങ്കിൽ എനർജി ക്രൈസിസ്. ഒരു സാധന ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ക്രൈസിസ് എപ്പോഴാണ് പറയാ? ക്രൈസിസ് എന്ന് പറയുമ്പോൾ ആ സംഭവം ഇല്ലാണ്ടാവുമ്പോൾ അതിന് ക്രൈസിസ് വിളിക്കുക. എക്സാമ്പിൾ നമുക്ക് ഈ ഊർജ്ജ പ്രതിസന്ധി അല്ലെങ്കിൽ എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എനർജി ഊർജ്ജം നമുക്ക് നല്ല ആവശ്യമുണ്ട്, നമുക്ക് നല്ല ഊർജ്ജം ആവശ്യമുണ്ട്, പക്ഷെ എന്തില്ല? കിട്ടാനില്ല. പൈസ നമുക്ക് നല്ല ആവശ്യമുണ്ട്, പൈസ എന്തില്ല? കിട്ടാനില്ല. എക്സാമ്പിൾ ആണെങ്കിൽ നല്ലൊരു മന്തിക്കട കാണുന്നുണ്ട്, മന്തിക്കട കാണുമ്പോൾ മന്തി നല്ല പൂതിയുണ്ട്, പക്ഷെ കയ്യിലെന്തില്ല? പൈസ ഇല്ല. അതിന് വിളിക്കുന്ന പേരാണ് മന്തി ക്രൈസിസ്. ഇതേപോലെ തന്നെ എനർജി വാങ്ങാന് നല്ല ഉപയോഗിക്കാൻ നല്ല പൂതി ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല? എനർജി ഇല്ല. അതിന് വിളിക്കുന്ന പേരാണ് എനർജി ക്രൈസിസ് അല്ലെങ്കിൽ ഊർജ്ജ പ്രതിസന്ധി. എനർജി ഇല്ലാത്തൊരവസ്ഥ, പക്ഷെ നല്ല ആവശ്യമുണ്ട്. ഊർജ്ജം ഇല്ല, പക്ഷെ എന്തിന്? നല്ല ആവശ്യമുണ്ട്. ഊർജ്ജ പ്രതിസന്ധി. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഊർജ്ജ പ്രതിസന്ധി നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അധികം ഊർജ്ജം ഒഴിവാക്കുക, അധികം ഊർജ്ജം കുറക്കുക. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ആവശ്യമില്ല കറണ്ട് ലൈറ്റ് ഒക്കെ ഓണാക്കുമല്ലേ, ആ ഓണാക്കി ഓഫ് ആക്കുക. അപ്പൊ എന്തെങ്കിലും കുറച്ച് ഊർജ്ജം ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? നമ്മൾ എക്സ്ട്രാ ഉപയോഗിക്കുന്ന ഊർജ്ജം ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഊർജ്ജ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുക. അടുത്ത സാധനം പുര വൈദ്യുത പദ്ധതി അല്ലെങ്കിൽ പുറ വൈദ്യുത പദ്ധതി. അതിന്റെ പേര് റൂഫ് ടോപ്പ് സോളാർ പവർ പ്രൊജക്ട് വിളിക്കും. അത് ഒന്നുമില്ല, സിമ്പിൾ ആണ്. നിങ്ങൾ പൊരന്റെ പുറത്ത് എന്ത് വെക്കുക? പൊരന്റെ പുറത്ത് സോളാർ പാനൽ വെക്കുക. പെരന്റെ പുറത്ത് എന്ത് വെക്കുക? വീടിന്റെ പുറത്ത് എന്ത് വെക്കുക? സോളാർ പാനൽ വെക്കുന്ന പദ്ധതിനെ വിളിക്കുന്ന പേരാണെന്ത്? പുര വൈദ്യുത പദ്ധതി. ഇനി നമ്മൾ എനർജി ക്രൈസിസ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കാർ ചെയ്യുന്ന ഒരു പദ്ധതി മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി കാർബൺ ഫുട് പ്രിന്റ്. ഇതുമായി ബന്ധപ്പെട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കേട്ടിട്ടുണ്ടാവും, CFC കേട്ടില്ല, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രബന്ധം എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പ്രബന്ധം എഴുതാനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രബന്ധങ്ങളൊക്കെ എഴുതാണ്ടായിരുന്നു. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞാല് വീട്ടിൽ ഫ്രിഡ്ജില്ലേ, വീട്ടിൽ AC ഇല്ലേ, സ്പ്രേ അടിച്ചാലേ, ഈ സ്പ്രേ അടിക്കുമ്പോഴും ഒക്കെ പുറത്തേക്ക് ഗ്യാസ് വരില്ലേ, അതിന്റെ കൂടെ പുറത്തേക്ക് വരുന്ന ഒരു ഗ്യാസ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഒരു AC പ്രവർത്തിക്കുമ്പോൾ, ഫ്രിഡ്ജ് പ്രവർത്തിക്കുമ്പോൾ, നമ്മളെ ഈ സ്പ്രേ അടിക്കുമ്പോഴൊക്കെ പുറത്ത് വരുന്ന ഒരു ഗ്യാസിന്റെ പേരാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പൊ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്തിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രശ്നമാണ്? നമ്മൾ ഈ ഓസോൺ പാളികൾക്ക് ഭയങ്കര പ്രശ്നമാണ്, പ്രകൃതിക്ക് നാശം ഉണ്ടാക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതേപോലെ തന്നെ മീഥൈൻ CH4 മീഥൈൻ, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതേപോലെയുള്ള ഗ്യാസുകളെ വിളിക്കുന്ന പേരാണ് ഹരിത ഗൃഹവാതകങ്ങൾ. ഹരിത ഗൃഹവാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇംഗ്ലീഷിൽ പറയും. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രകൃതിക്ക് ഭയങ്കര നാശമാണ്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ പ്രകൃതിയിൽ എത്രത്തോളം തോന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. അത്രത്തോളം തോന എന്ത് പൊല്യൂട്ടഡ് ആയിക്കണേ, പ്രകൃതി പൊല്യൂട്ടഡ് ആയിക്കണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാർബൺ പാദമുദ്ര. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏകദേശം ഈ ചാപ്റ്റർ പഠിക്കാൻ ടോപ്പിക്സ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കടക്കാൻ പോകണം. ഇമ്പോർട്ടന്റ് ശ്രദ്ധിച്ചിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോകാൻ പോട്ടെ. ശരി, ഒരു വലിയൊരു മുട ടച്ചിങ്ങല്ല, മുട. ഓക്കെ, മുട ടച്ച് ഇട്ടോ. ഇനി അടുത്ത സാധനം പറയാം. പോട്ടെ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോബ്ലം ചെയ്യാനാണ്, സിമ്പിൾ ആണ്. The diagram shows a simple electric circuit with a resistor connected to a cell. How much heat is generated in the resistor in 10 seconds? ഒരു പ്രതിരോധകം സെല്ലുമായി ഘടിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 10 സെക്കൻഡിൽ ടൈം വന്നിട്ട് 10 സെക്കൻഡിൽ റെസിസ്റ്റർ എത്ര താപം ഉൽപ്പാദിപ്പിക്കും? ഓക്കെ, റെഡി. എന്തൊക്കെ തന്നിട്ടാ? സമയം തന്നിട്ടുണ്ട്. ഐ കണ്ട മക്കളെ, ഇവിടെ ഐ 2 എന്ന് പറഞ്ഞാൽ എന്താ? ആംബിയർ. കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. അതേപോലെ തന്നെ R എന്താ? 5 ഓം. എനിക്ക് ഓമിന് എഴുതാൻ പറ്റണോ? ഞാൻ ഓം എഴുതിച്ചാട്ടോ. ശരിക്കും ഓമിന്റെ സിമ്പിൾ എന്താണ്? ഇങ്ങനൊരു സംഭവം കേട്ടോ. അതായത് ഇങ്ങനെ ഉണ്ടാ, ഇങ്ങനൊരു സംഭവം. ഓമിന്റെ
സിമ്പിൾ. ഒരു ചങ്ങായി സുജൂദൊക്കെ പോയ മാതിരിയാണ് എന്ത് ഓമിന്റെ സിമ്പിൾ ഇട്ടാ. മറക്കരുത് ഓം എന്താണ് സുജൂദാണ്. സുജൂദല്ല, സുജൂദ് എഴുതിക്കരുത് കേട്ടോ. ഇവിടെ കുനൂത്തൊന്നും എഴുതിക്കരുത് നോക്കി. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് ഓമിന്റെ യൂണിറ്റ് എന്താണ്? ഓമിന് യൂണിറ്റ് അല്ല, പ്രതിരോധത്തിന് യൂണിറ്റ് ആണെന്ത് ഓമ്. മറക്കരുത്. അപ്പൊ പ്രതിരോധം 6 തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടാ? അയ്യേ എന്താ ചങ്ങായി ഇളകണത്? ഓക്കെ പോട്ടെ ആണ് മാറിക്ക്. യെസ് ഐ തന്നിട്ടുണ്ട്. എന്ത് ഐ തന്നിട്ടുണ്ട്? യെസ് ഐ തന്നിട്ടുണ്ട്. കറണ്ട് തന്നിട്ടുണ്ട്. പിന്നെ സമയം തന്നിട്ടുണ്ട്. ഓക്കെ തന്നുള്ള ആൾക്കാർ ആദ്യം ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടണ ഉത്തരം ഈ 4 ആൾക്കാർ കണ്ട. ഇവിടെ 4 കണ്ട. ഈ 4 ആൾക്കാരിൽ ആരെങ്കിലും ഒരാളാണ് കേട്ടോ. ഓക്കെ റെഡി ആണല്ലോ? നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാ. റെഡി ബാക്കടിക്ക്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇതിന് ബാക്കി ചെയ്യാൻ പോട്ടോ. ഓക്കെ സമയം തന്നിട്ടുണ്ട്. എത്ര? ടി ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. പ്രതിരോധം 6 തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് പ്രതിരോധം ഇംഗ്ലീഷിൽ പേടിച്ചണ്ട. എന്താണ് ആ പ്രതിരോധം? എന്താണ് പ്രതിരോധം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? നോക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5 ഓം റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 5 ഓം 5 ഓം റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി എത്ര തന്നിട്ടുണ്ട്? കറണ്ട് വൈദ്യുത പ്രവാഹം എത്ര തന്നിട്ടുണ്ട്? 2 ആംപിയർ തന്നിട്ടുണ്ട്. അങ്ങോട്ട് വിടുക. ഓക്കെ കറണ്ട് തന്നിട്ട് എത്ര ആംപിയർ? 2 ആംപിയർ തന്നിട്ടുണ്ട്. മക്കളെ നോക്കടാ. ടി ഉണ്ട്, ആർ ഉണ്ട്, ഐ ഉണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറയുള്ളത്? താപം ഉൽപ്പാദിപ്പിക്കുന്ന എത്ര? എന്താണ്? ദ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ അല്ലേ? ചോദിച്ചത് ഹീറ്റ് കണ്ടുപിടിക്കുന്നത്. ഹീറ്റിന്റെ ഇക്വേഷൻ മുമ്പ് പറഞ്ഞു. ഏതൊക്കെയാണ്? H is equal to I square RT ഉണ്ട്. അതേപോലെ തന്നെ V square T by R ഉണ്ട്. അതേപോലെ തന്നെ VIT ഉണ്ട്. ഈ 3 ഇക്വേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഏത് ആവശ്യമുള്ളൂ? ടിയും ആറും ഐയുള്ള ഇക്വേഷൻ. ഈ ടിയും ഐയും ആറുണ്ടോ? ഇല്ല. ഇതിൽ ടി ഉണ്ട്, ഐ ഉണ്ട്, പക്ഷെ ആറില്ല. ടി ഉണ്ട്, ആറുണ്ട്, ഐ ഇല്ല. ഐയും ടിയും ആറുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഓക്കെ എച്ച് കണ്ടുപിടിക്കാൻ പോകട്ടെ. റെഡി. എച്ച് കണ്ടുപിടിക്കാൻ പോകണം. പോട്ടെ മണ്ട്. ഓക്കെ എച്ച് ഈസ് ഈക്വൽ ടു ഇത്ര കട്ടി നമുക്ക് വേണം കേട്ടോ. കട്ടി വർക്ക്. യെസ് കട്ടി വർക്ക്. ഓക്കെ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോണത്. ഐ എത്ര? 2 ഉണ്ട്. 2ന്റെ സ്ക്വയർ ഇൻറ്റു ആർ എത്ര? 5 തന്നിട്ടുണ്ട്. 5 ഇൻറ്റു എന്താ തെറ്റായത്? ഇൻറ്റു ഇൻറ്റു യെസ് ടി എത്ര? സമയം എത്ര? 10 വന്നിട്ടുണ്ട്. 2ന്റെ സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 5 ഇൻറ്റു 10. 4 5 5നെ കൊണ്ട് പട്ടിക ചൊല്ലേ. 1 5 5 2 5 10 3 5 15 4 20. 20 ഇൻറ്റു 10 കിട്ടുക. 20 ഇൻറ്റു 10 എത്ര കിട്ടും? 200. താപത്തിന്റെ യൂണിറ്റ് അറിയാം, ഹീറ്റിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം. ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? 200 ജൂൾ ആണ്. കിട്ടുന്നോ? ഉത്തരം ഉണ്ടോ? നോക്ക്. ഒന്നാമത്തത് 100 തെറ്റ്. 400 തെറ്റ്. 800 തെറ്റ്. ഏതാണ്? 200 ജൂൾ ആണ് ശരി. കറക്റ്റ്. യു ആർ കറക്റ്റ്. എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്തു? ഉത്തരം നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. 200 ജൂൾ ആൻസർ. അപ്പൊ എന്താണ്? 200 ജൂൾ ആണ് കറക്റ്റ് ആൻസർ. മറക്കരുത്. ഓക്കെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രിക് ഡിവൈസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 3 to 30 ohm and is designed to operate at a power of 120 watts. What voltage must be applied to get this power? 30 ഓം പ്രതിരോധമുള്ള ഒരു വൈദ്യോപകരണം. എത്ര പ്രതിരോധം? 6 എത്ര? റെസിസ്റ്റൻസ് എത്ര? 30 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെന്താ? നോക്ക് ഒരു ഉപകരണം 120 വാട്ട് പവർ. അപ്പൊ പി തന്നിട്ടുണ്ട്. പി എത്ര? 120 വാട്ട് പവർ തന്നിട്ടുണ്ട്. ലഭിക്കത്തക്ക വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഉപകരണം എത്ര വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്? എന്താ കണ്ടുപിടിക്കുന്നത്? വോൾട്ട് വി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ നമുക്കറിയാം ആറും പിയും വിയുള്ള ഇക്വേഷൻ നമുക്ക് പവർ തന്നിട്ടുണ്ട്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. പവറിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എച്ചിന്റെ ഇക്വേഷൻ ടി ഒഴിവാക്കിയാൽ മതി. പവറിന്റെ ആദ്യത്തെ ഇക്വേഷൻ ഐ സ്ക്വയർ ആർ. രണ്ടാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ. ടി ഒഴിവാക്കിയാൽ മതി. അടുത്ത ഇക്വേഷൻ വി ഇൻറ്റു ഐ. ഓക്കെ വി ഇൻറ്റു ഐ. ശ്രദ്ധിച്ചിരുന്നോ മക്കളെ? ഇതില് ആറും പിയും വിയും. പി ഉണ്ട്, ഐ ഉണ്ട്, ആർ ഉണ്ട്. പക്ഷെ ഐ നമുക്ക് തന്നിട്ടില്ല. പി ഉണ്ട്, വി ഉണ്ട്, ഐ ഉണ്ട്. വി നമുക്ക് തന്നെ, പക്ഷെ ഐ തന്നിട്ടില്ല. ഇവിടെ നോക്കടാ. വി ഉണ്ട്, ആർ ഉണ്ട്, പി ഉണ്ട്. റെഡി അല്ലേ? ആ സെയിം ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ വി നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോക്കി നോക്കട്ടാ. അപ്പൊ ഈ ഇക്വേഷൻ എടുത്ത് നോക്കുക. പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ എടുത്ത് നോക്കട്ടാ. ചെയ്യാൻ പോവാണ്. ഈ ചങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ പോവാണ്. നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ അപ്പോ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ചെയ്യാൻ പോവാട്ടാ. ശ്രദ്ധിച്ചിരുന്നോ? വി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പി തന്നിട്ടുണ്ട്, ആർ. അപ്പൊ തന്നുള്ള ആൾക്കാർ ആദ്യം എടുത്ത് ചെയ്താൻ പോകട്ടെ. തന്നുള്ള ആൾക്കാർ ആദ്യം എടുത്ത് ചെയ്താൻ പോകണം. പി തന്നില്ല. പി എത്ര? 120 വാട്ട് തന്നിട്ടുണ്ട്. 120 എഴുതി. സീക്വൽ ടു വി തന്നിട്ടുണ്ടോ? വി തന്നിട്ടില്ല. വി സ്ക്വയർ തന്നിട്ടില്ല. ബൈ ആർ എത്ര? 30 തന്നിട്ടുണ്ട്. 30 ഇസ് ഈക്വൽ ടു നോക്ക്. അപ്പോ 120 ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ
6 കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വീനെയാണ്. അപ്പോൾ അതല്ലേ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി സ്ക്വയർ സമയം നമുക്ക് കിട്ടും. ഈ 30 ഹരിക്കണം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 120 × 30 ആവും. 120 0 20 ഗുണിക്കണം 30 സമം 12 × 30 10 × 3 എത്ര 10 3 30 2 3 6 2 3 6. അപ്പൊ 10 പ്ലസ് 30 പ്ലസ് 6 36. ബാക്കി 2 0 ഉണ്ട്. ആ 2 0 വിട്ട് കൊടുത്തു. ഇത് ഗുണിച്ച് നോക്കിയാൽ മതി, സാധനം കിട്ടും 3600 കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വി സ്ക്വയർ = 3600 കിട്ടിയാല് വി സമം എന്തേക്കാണ്? വി സമം എന്തേക്കാണ്? റൂട്ട് 3600. നമുക്ക് എല്ലാവർക്കും അറിയാം 36 പകുതി 6 ആണ്. ബാക്കി ഇവിടെ 36 നമുക്ക് ഉള്ളത് നമുക്ക് ഇങ്ങനെ പിരിച്ചു ചെയ്തിട്ടാ. അതായത് 36 ഗുണിക്കണം 100 ഇങ്ങനെ എഴുതാം. അപ്പൊ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലെ? റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 അപ്പൊ 6 ഗുണിക്കണം 10 എന്ന് എഴുതാം. നമുക്ക് എത്ര ആൻസർ കിട്ടും? 60 ആൻസർ കിട്ടും. ഐഡിയ ക്ലിയർ ആണോ? 60 എന്താണ് മക്കളെ? 60 വോൾട്ട്. ചക്ക വാങ്ങിയൊന്നല്ല കേട്ടോ. എന്താണ്? 60 വോൾട്ട് ആണ്. മറക്കരുത്. അപ്പൊ മറക്കരുത്. കുറച്ച് തലേന്ന് സാരാംശം എന്നാലും തരും. ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവില്ല. കുറച്ചൊരു മാത്സ് ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എന്ത് മാത്സ് ഫിസിക്സിന്റെ ഭാഷയാണ്. ഫിസിക്സ് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് മാത്സ്. അപ്പോ മാത്സ് നമുക്ക് എന്തില്ല, വിട്ടൊരു കളിയില്ല കേട്ടോ. സഹിച്ചാൽ മതി. 2 ചാപ്റ്റർ ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞാല് മാത്സ് ഇല്ല കേട്ടോ. നോക്കി അടുത്ത ചാപ്റ്റർ മാത്സ് ഉണ്ടാവില്ല. ഓക്കെ, നോക്കി ശ്രദ്ധിക്കാം. എന്റെ ഉറപ്പാണ് മാത്സ് ഇല്ല. ശ്രദ്ധിക്കാം. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് ആൻസർ കിട്ടി. എത്ര? 60 വോൾട്ട് ആൻസർ കിട്ടി. അതിൽ ചോദിച്ചുള്ളത് ഈ ഉപകരണത്തിന് എത്ര വോൾട്ടാണ് പ്രവർത്തിക്കുന്നത്? എത്ര വോൾട്ടാണ്? 60 വോൾട്ടിനാണ് എന്ത് ചെയ്യുന്നത്? ഈ വോൾട്ട് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ ചെറിയ പാട്ട് പാടുന്നല്ലോ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അരക്കലല്ല കേട്ടോ. വടകര വളവില് 60 തെങ്ങ്, 60 തെങ്ങില് 60 നെറ്റ്, 60 നെറ്റ്. അങ്ങനല്ല സംഭവം. അതിനൊരു പൊത്തൊക്കെ ഉണ്ട് കേട്ടോ. മറന്നുപോയി. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോകണം. ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോകണം. The following appliances are used daily in house. ഇതൊരു കില്ലാടി സാധനം കേട്ടോ. പറയാൻ പോവാ. Okay, the following appliances are used in daily in house. 200 watt. എല്ലായിടത്തും ഈ W ചെറുതായി പോയിട്ടോ. ശരിക്കും പറഞ്ഞാല് പവറിന്റെ യൂണിറ്റ് ക്യാപിറ്റൽ ലെറ്റർ W ആണ് കേട്ടോ. മാറിപ്പോവാണ്ട് ഇട്ടോടുത്ത് മാറിപ്പോയതാണ്. എല്ലായിടത്തും സ്മോൾ W എഴുതിയുള്ളത് ക്യാപിറ്റൽ W ആണ് കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ടൈപ്പിംഗ് എറർ ആണ്. ഓക്കെ, ഏത് പൊട്ടനും തെറ്റ് പറ്റാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കേട്ടോ. അപ്പൊ 200 watt television for 5 hours and 14 watt LED bulbs for 4 hours each. Calculate the total electricity bill for 30 days if the cost of electricity is 5 per unit. 5 per unit. യൂണിറ്റ് എന്താ? KWH ആണ്. എന്താ സാധനം? റുപ്പി കേട്ടാ. പൈസന്റെ, അതായത് ഇന്ത്യൻ റുപ്പിയുടെ ഈ സാധനം കണ്ടില്ലേ, ഡോളർ. അതേപോലെ തന്നെ ഇന്ത്യൻ റുപ്പിന്റെ സിമ്പിൾ ആണ് എന്ത്? ഈ സാധനം കേട്ടോ. മറക്കരുത്. ഇന്ത്യൻ റുപ്പിന്റെ സിമ്പിൾ ആണ്. എക്സാം പേപ്പറിലൊക്കെ കണ്ടാൽ അച്ഛൻ ആരോട് ബിറ്റ്കോയിനെ കൂടുതൽ വിചാരിക്കുന്നുണ്ട്. ബിറ്റ്കോയിൻ ചിഹ്നം എങ്ങനെ ഇട്ടാ കണ്ട. 2 വരെയാണ് ബിറ്റ്കോയിൻ ഇട്ടാ. ബിറ്റ്കോയിൻ എന്താ അറിയാത്തവര് എന്ത് ചെയ്യാ? വേഗം പോയി ഇതിൽ സെർച്ച് ചെയ്യട്ടാ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ നോക്കാം. പറയാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു വീട്ടിലെ ഉപകരണങ്ങൾ പ്രതിദിന ഉപയോഗം താഴെ നൽകിയിരിക്കുന്നു. 200 വാട്ട് പവറുള്ള ടെലിവിഷൻ 5 മണിക്കൂർ. എത്ര വാട്ട് പവർ? 200 വാട്ട് പവറുള്ള ടെലിവിഷൻ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്? 5 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ടി വി എഴുതിക്കും കേട്ടോ. ടി വി 5 മണിക്കൂർ. ഓക്കെ ആണല്ലോ? ഇനി 40 വാട്ട് പവറുള്ള 5 LED. ശ്രദ്ധിക്കട്ടോ. 5 LED ഉണ്ട്. 5 LED. അപ്പോ 40 വാട്ട് പവറാണ് ഒരു LEDക്ക്. അപ്പൊ 40 എഴുതി ഇൻറ്റു 5 LED ഉണ്ട്. അപ്പൊ 40 × 5 ടോട്ടൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, 5 LED എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്? 4 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിച്ചു 30 ദിവസത്തെ ബില്ല്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ദിവസത്താണ് ഈ സംഭവം. ഡെയിലി യൂസ്, അതായത് പ്രതിദിന ഉപയോഗം കൊടുത്തുള്ളത്. പ്രതിദിന ഉപയോഗം ഡെയിലി യൂസ് കൊടുത്തുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 30 ദിവസത്തിന് 5 രൂപ നിരക്കില് എത്ര പൈസ ആകെ ചോദിച്ചില്ല. നമ്മൾ പൈസ കണ്ടുപിടിച്ചാൽ പോലെ നിങ്ങൾക്ക് നിങ്ങളെ തരീത്ത കറണ്ട് കണ്ടുപിടിച്ചാം അല്ലെ. ആദ്യം നിങ്ങൾ വീട്ടിലത്തെ ഓരോ ഉപകരണങ്ങളെ ആക്കാം. ചെറുതായി കിച്ചിട്ടുണ്ട്. അതിന്റെ പ്രശ്നം വലിച്ചിലൊക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിൽ എന്തൊക്കെയാ? AC ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, ഹീറ്റർ ഉണ്ടാവും. പിന്നെ മറ്റേ ഗേൾസ് ഒക്കെ ആണെങ്കിൽ മറ്റേ എന്താ പറയാ, സ്ട്രൈറ്റ്നർ ഇല്ല, ആ സംഭവം ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവുക? വാക്യൂം ക്ലീനർ. പിന്നെന്തൊക്കെ? TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഫോൺ. ഇതൊക്കെ എന്ത് ചെയ്യുക? എത്ര വാട്ട് ഉപയോഗിക്കുന്നത് കണ്ടുപിടിച്ചാൽ, എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നത് കണ്ടുപിടിച്ചാൽ, എന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എത്ര വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്, എത്ര പൈസ ചിലവാണ് കാര്യം കണ്ടുപിടിക്കാൻ കേട്ടോ. നമ്മളിപ്പോ ഈ ചങ്ങാതിന്റെ പരീക്ഷ കണ്ടുപിടിക്കാൻ പോവാണ്. റെഡി. അപ്പൊ ചെയ്യാൻ പോവാണ്. മക്കളെ നോക്ക്. അപ്പൊ TV ഉണ്ട്. ആദ്യം ടിവിനെ കണ്ടുപിടിക്കാൻ പോവാം. നോക്കാം. TV
ടി വി ഉപയോഗിക്കുമ്പോൾ എത്ര യൂണിറ്റ് നിങ്ങൾക്കറിയാം വൈദ്യുതിയുടെ യൂണിറ്റ് എന്താണ് വൈദ്യുതി അളക്കുന്നതിന് വൈദ്യുതി ഊർജ്ജത്തിന്റെ അളവിന്റെ യൂണിറ്റ് എന്താണ് KWH നമ്മുടെ എഴുതി കാണാം പെർ യൂണിറ്റ് ആ യൂണിറ്റ് എന്താണ് KWH ആണ് മറക്കരുത് വൈദ്യുതിയുടെ ഊർജ്ജത്തിന്റെ അളവെന്താണ് വൈദ്യുതി ഊർജ്ജത്തിന്റെ അളവെന്താണ് ഇലക്ട്രിക് എനർജിയുടെ അളവെന്താണ് ഇലക്ട്രിക് എനർജിയുടെ യൂണിറ്റ് എന്താണ് KWH ആട്ടോ KWH ആണ് മറക്കരുത് KWH ആണ് അപ്പൊ KWH നമ്മൾ യൂണിറ്റിൽ വരിക പക്ഷെ നമ്മൾ എന്താ കണ്ടുപിടിക്കുക വൈദ്യുതി കണ്ടുപിടി എത്ര അളവുണ്ട് വൈദ്യുതിന്റെ അളവ് കണ്ടുപിടിക്കാൻ പോവാണ് അപ്പൊ ടി വി 200 വാട്ടിന്റെ ടി വി ആണ് കേട്ടോ 200 വാട്ടിന്റെ ടി വി ആണ് എത്ര മണിക്കൂർ ഓക്കെ 5 മണിക്കൂറാണ് നമുക്ക് നേരത്തെ ഞാൻ ഇക്വേഷൻ പറഞ്ഞ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ ഓർമ്മ വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ ടി വിന്റെ അളവ് വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പവർ ഇൻ വാട്ട് ഗുണിക്കണം സമയം ഇൻ മണിക്കൂർ അല്ലെങ്കിൽ ഹവർ ബൈ 1000 ആണ് ഓക്കെടാ നമുക്ക് പവർ തന്നിട്ടുണ്ട് എത്ര പവർ എന്നുള്ളത് ഈ വാട്ട് കണ്ടാൽ മനസ്സിലാക്കണം പവർ എന്ന് മനസ്സിലാക്കാം കേട്ടോ വാട്ട് പവർ തന്നിട്ട് എത്ര 200 വാട്ട് തന്നിട്ടുണ്ട് 200 വാട്ട് തന്നിട്ടുണ്ട് ഇൻറ്റു സമയം എത്രടാ 5 മണിക്കൂർ തന്നെ തന്നുള്ളത് കുഴപ്പമൊന്നുമില്ല 5 മണിക്കൂർ ബൈ 1000 ഇതിന് കണ്ടുപിടിച്ചാല് ആ ടി വി ഒരു ദിവസം എത്ര ഊർജ്ജം ഉപയോഗിക്കണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നോക്കടാ 200 × 5 2 5 10 ബാക്കി 2 ഇട്ടെടുത്തു താഴത്ത് എന്തുണ്ടാ ഒരു 1000 ഉണ്ട് 1000 ബൈ 1000 എത്ര 10 ബൈ 10 1 ബൈ 1 നമുക്കറിയാം അതേപോലെ തന്നെ 1000 ബൈ 1000 എത്ര തന്നെയാണ് 1 തന്നെ കേട്ടോ ഈ വെട്ടിക്കള അത്ര താല്പര്യം എത്ര സുഖമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം നിങ്ങൾ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും അപ്പൊ എന്താ ഒരു KWH മറക്കരുത് KWH ഇപ്പൊ ടി വി എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു യൂണിറ്റ് വൈദ്യുതി ഒരു KWH വൈദ്യുതി ഉപയോഗിക്കുന്നു കേട്ടോ ഇനി നോക്കണം LED എത്ര വൈദ്യുതി ഉപയോഗിക്കുന്നു നോക്കാൻ പോവാണ് LED ടോട്ടൽ പവർ നമ്മൾ കണ്ടുപിടിക്കും നോക്കണം ടോട്ടൽ പവർ 40 × 5 44 20 LED ടോട്ടൽ എത്ര വാട്ടാണ് ഉപയോഗിക്കുന്നത് എത്ര വാട്ടാണ് ഉപയോഗിക്കുന്നത് യെസ് 200 വാട്ടിനാണ് കാരണം 40 വാട്ടിന് LED ആണ് പക്ഷെ 5 ഉണ്ട് അപ്പൊ 5 × 40 200 വാട്ട് തന്നെ കേട്ടോ മറക്കരുത് തമ്മിൽ ഗുണിച്ചതിന് ശേഷം മാത്രമേ ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ ഇവിടുത്തെ പവർ നമുക്ക് എന്ത് കിട്ടി 200 തന്നെയാണെന്ന് കിട്ടി പക്ഷെ സമയം വ്യത്യാസമുണ്ട് സമയം എത്രയാണ് ഓക്കെ 4 മണിക്കൂറാണ് 4 മണിക്കൂറാണ് 4 ഹവേഴ്സ് ആണ് ബൈ 1000 ഉണ്ട് ബൈ എത്ര ഉണ്ട് 1000 ഉണ്ട് ചെയ്തോ നമുക്ക് കളർ മാറ്റാം ഓക്കെ കളർ മാറ്റി യെസ് 2 × 4 8 ബാക്കി 2 0 800 ബൈ എന്ത് 1000 എത്ര കിട്ടും 100 ആയിട്ടുള്ളൂ അല്ലെ 1000 0 8 ബൈ 10 എത്ര കിട്ടുക 0. എത്ര കിട്ടും 8 KWH അതായത് ആ വീട്ടില് ആകെ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് 1.8 KWH വൈദ്യുതിയാണ് എന്ത് ചെയ്യുന്നത് ആ വീട്ടില് ഡെയിലി ഉപയോഗിക്കുന്നത് ഡെയിലി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിന് എത്ര ഉപയോഗിക്കുന്നുണ്ടാവും മക്കളെ ഈ 1.8നെ 30 കൊണ്ട് ഗുണിച്ച് ഒരു മാസത്തിന് കിട്ടുക ഇത് ഒരു ദിവസത്താണ് അപ്പൊ ഒരു മാസത്തിന് 30 ദിവസം അല്ലേ അപ്പൊ 1.8 ഗുണിക്കണം 3 ചെയ്താ മൂന്നല്ലല്ലോ എത്ര ചെയ്യണം യെസ് അല്ലെങ്കിൽ 30 കേട്ടോ അപ്പൊ 30 ഗുണിക്കണം ഒരു മാസത്തിലല്ലേ 30 ഗുണിക്കണം 1.8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഒരു മാസത്തെ ഊർജ്ജം കിട്ടും ഊർജ്ജത്തിന്റെ യൂണിറ്റ് കിട്ടും നോക്കടാ 0.8 3 കണ്ടിട്ട് 16 3 എത്രടാ 24 01 0 3 0 താഴത്ത് കിട്ട് 4 3 4 5 54 ഒരു പോയിന്റ് ഉണ്ട് എത്ര കിട്ടും 54 എന്ത് 54 യൂണിറ്റ് 54 KWH ആണ് ഈ വീട്ടില് ഒരു മാസം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് സംശയമുള്ള ആൾക്കാർ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് നോക്കുക അത് മാത്രം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒഴിവാക്കിയിട്ട് ഗീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ശ്രദ്ധിക്ക് ഒരു KWH ആണ് എന്ത് ടി വിയുടെ യൂണിറ്റ് 0.8 KWH ആണ് LED 5 LED യൂണിറ്റ് ഇത് രണ്ടും കൂടി കൂട്ടി നമുക്ക് 1.8 KWH ഒരു ദിവസത്തെ വൈദ്യുതത്തിന്റെ അളവാണ് 1.8 പക്ഷെ നോക്കണം നമ്മൾ ഒരു ദിവസത്തിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 30 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തിലാണ് അപ്പൊ ഈ 1.8നെ 30 കൊണ്ട് ഗുണിക്കണം 1.8നെ 30 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും 54 എന്നുള്ള നമ്പർ കിട്ടും അപ്പൊ 54 യൂണിറ്റ് എന്ത് ഉപയോഗിക്കുന്നുണ്ട് ആ വീട്ടിലെ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ 54 യൂണിറ്റ് 54 KWH വൈദ്യുതിക്ക് എത്ര ഉറുപ്പ്യാവും എന്നുള്ളതാണ് നോക്കണം എത്ര പൈസ ആവും എത്ര എമൗണ്ട് ആവുന്നത് നോക്കാൻ പോകുന്നത് മക്കളെ ഒരു യൂണിറ്റിന്റെ എമൗണ്ട് ഒരു പെർ യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ് അതായത്
നോക്കാം. യെസ്, ഒരു യൂണിറ്റ് KWH യൂണിറ്റ് വൈദ്യുതിയുടെ അളവത്തെ വില എത്രയാണ്? 5 രൂപയാണ്. അതായത് 5 rupees per യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരു യൂണിറ്റിന് 5 രൂപയാണെങ്കിൽ 54 യൂണിറ്റിന് എത്ര രൂപ അവിടെ? 54 × 5 ചെയ്യുക. 4 5 20 0 2 5 5 25 25 പ്ലസ് 2 എത്ര? 25 പ്ലസ് 2 25 27 270 രൂപ. മറക്കരുത്. ആ വീട്ടില് നോക്ക് എന്തൊക്കെ പ്രവർത്തിക്കുന്നത്? 200 വാട്ടിന്റെ ഒരു TV 5 മണിക്കൂറും 40 വാട്ടിന്റെ 5 LED 4 മണിക്കൂറും പ്രവർത്തിപ്പിച്ചാൽ ആ വീട്ടില് 270 രൂപ എന്താവുന്നുണ്ട്? പൈസ ആവുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ പേരിൽ എത്ര കോടി റുപ്യ ആവുന്നുണ്ടാവുന്നു? കോടി ഒന്നും ആവില്ല അല്ലെ? എത്ര റുപ്യ ആവുന്നുണ്ടാവും ആലോചിച്ച് നോക്കി. നിങ്ങൾ വെറുതെ സാധനം കത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുറെ പൈസ ആവുന്നുണ്ട് കേട്ടോ. വാപ്പാർക്കും ഉമ്മാർക്കും എന്താവുന്നുണ്ട്? വെറുതെ പൈസ ചിലവാക്കാണ് ചെയ്യുന്നത്. വീണ്ടും പട്ടട്ടില്ല. യെസ് വേഗം റെഡി റീഡ് ചെയ്ത് കളിയാണ്. പോട്ടെ. ഇനി അങ്ങനെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി എത്ര രൂപ ആവുന്നുണ്ട്? 270 രൂപയാവുന്നുള്ള കാര്യം മനസ്സിലായിട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ, വലിയ മാത്സ് ഒന്നും ഇല്ല. അപ്പൊ ചെറിയ മാത്സ് ഇക്വേഷൻ ഒക്കെ വരണ്ട. നോക്കി വീണ്ടും മാത്സ് ചെയ്യണം. ഓക്കെ, ദ ഫിഗർ ഷോസ് നിക്രോം വയർ ഹാസ് ഞാൻ നിക്രോമിന്റെ എച്ച് നമ്മൾ ഇടാൻ മറന്നു വെക്കും കേട്ടോ. നിക്രോമിന്റെ ഓക്കെ, ദ ഫിഗർ ഷോസ് നിക്രോം വയർ PQ are kept at the same temperature which has high resistance Y. Of these P has the higher resistivity. Write down your comments about this statement. ഈ സ്റ്റേറ്റ്മെന്റ് കുറിച്ച് കമന്റ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രൈബ് ദ റീസൺ. കാരണം ഇത് അതായത് ഒരേ താപനിലയിലുള്ള നിക്രോൺ കമ്പികളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരേ താപനിലയിലുള്ള കുറെ നിക്രോൺ കമ്പികൾ കൊടുത്തിട്ടുണ്ട്. അല്ല, PQR എന്ന പേര് ഒക്കെ PQR കൊടുത്തിട്ടുണ്ട്. എന്നീ കമ്പികൾ വ്യത്യസ്ത വലുപ്പത്തിൽ നൽകിയിരിക്കുന്നു. വ്യത്യസ്ത വലുപ്പത്തിലാണ്. ഇതൊരു വലുപ്പമുണ്ട്, കുറച്ച് തടിയുണ്ട്, വലിയ തടിയാണ്, തടി കേട്ടോ. അപ്പൊ കുറെ തടികളൊക്കെ ഞങ്ങന്മാരെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രതിരോധം? എന്തുകൊണ്ട്? ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ്? എന്തുകൊണ്ട്? റെസിസ്റ്റൻസ് ചോദിച്ചുള്ളത് റെസിസ്റ്റൻസ് കൂടുതൽ ചോദിച്ചുള്ളത് കാരണം വരാണ്. ഇവയിൽ പീക്കാണ് ഏറ്റവും ഉയർന്ന റെസിസ്റ്റിവിറ്റി എന്ന് ചങ്ങായി പറഞ്ഞാലേ ആ പ്രസ്താവന നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ പ്രതികരണം എന്താണ്? യോജിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിച്ചു പറഞ്ഞത് വെച്ചാൽ ഈ പീക്കാണ് ഏറ്റവും വലിയ റെസിസ്റ്റിവിറ്റി എന്ന് ചങ്ങായി പറഞ്ഞു. നിങ്ങൾ ഉത്തരം ശരിയാണോ തെറ്റാണോ ചോദിച്ചുള്ളത്. സിമ്പിൾ നമ്മൾ നോക്കാൻ പോകട്ടെ. നോക്കി റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആയി നോക്കണം. റെസിസ്റ്റൻസ് എന്താ? R കുറെ നേരം ചോപ്പ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മാർക്കിസ്റ്റ് നമ്മൾ കുറച്ച് നേരം എന്താവാം? NDA കാരനാവട്ടെ. അപ്പൊ R NDA കാരനാവാൻ സമ്മതിച്ചില്ലല്ലോ. യെസ് എന്താണ്? R rho L/A എന്നുള്ള ഇക്വേഷൻ ഓർമ്മണ്ട. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് സാധനം ഇക്വേഷൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. നോക്കി കേട്ടോ. അപ്പൊ റോ എന്ന് പറഞ്ഞ റെസിസ്റ്റിവിറ്റി ആണ്, L എന്ന് പറഞ്ഞ ലെങ്ത് ആണ്, A എന്ന് പറഞ്ഞ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി തടി ഇവിടെ ഈ സീൽ ഏരിയ കേട്ടോ. അവിടെ ഒരു വട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സാധനം വലിപ്പുണ്ടാവുക. അപ്പൊ ഈ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് ക്രോസ് സെക്ഷൻ ചെയ്ത ഏരിയ. അപ്പൊ ഈ ഏരിയ കൂടി എന്ത് ചെയ്യും? ഈ ചങ്ങായിന്റെ തടി കൂടി എന്നാണ് അർത്ഥം. ഈ ക്രോസ് സെക്ഷനിലെ ഏരിയ കൂടിയാല് ഈ ചങ്ങായിന്റെ തടി കൂടി എന്നാണ് അർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്തേക്കാരം? ഈ ചങ്ങായിമാർക്ക് ഒരേ നീളമാണല്ലോ. അപ്പൊ ലെങ്ത് സെയിം ആണ് അല്ലെ? ലെങ്ത് സെയിം ആണ്. പക്ഷെ എന്ത് വ്യത്യാസമുണ്ട്? ക്രോസ് സെക്ഷനിൽ തടി കൂടിയില്ലേ? തടി കൂടിയതാണ്. ഇവിടെ ക്രോസ് സെക്ഷൻ എത്ര ഉള്ളൂ? ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ എത്ര ഉണ്ട്? ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ ഇത്ര ഉണ്ട്. അപ്പൊ ഇവിടെ ഇയാൾ ക്രോസ് സെക്ഷൻ ഏരിയ കൂടിയിരിക്കണേ. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാല് ഛേദതല വിസ്തീർണം എന്ന് പച്ച മലയാളത്തിൽ പറയും. ഓക്കെ, ഛേദതല വിസ്തീർണം. അപ്പൊ ആർക്ക് കൂടുതലാണ്? R കൂടുതലാണ്. നോക്കടാ, താഴത്തുള്ള ചങ്ങായി കൂടിയ എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷന്റെ അപ്പുറത്ത് ഡിവൈഡ് ബൈ താഴത്തുള്ള ആൾ കൂടിയ ഇപ്പുറത്തുള്ള ചങ്ങായി കുറയും ആണല്ലോ. അപ്പൊ കൂടിയ പ്രതിരോധം കുറയും. അപ്പൊ കൂടുതൽ ഇയാൾക്കാണ്. അപ്പൊ ഇയാൾക്ക് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ഇയാൾക്കാണ്. പിന്നെ ഇയാൾക്ക് ഏറ്റവും കൂടിയ റെസിസ്റ്റൻസ് അപ്പൊ ആർക്കാണ്? പീക്കാണ്. അപ്പൊ ഇയാളെ ഏരിയ ഭയങ്കര കുറവാ. ഏരിയ കുറഞ്ഞ നോക്ക്. യെസ്, വട്ടൊക്കെ പോട്ടെ. വട്ടം പോയി. അതായത് ഏരിയ കുറഞ്ഞാൽ ഇക്വേഷൻ താഴത്തിൽ ആൾ കുറഞ്ഞാൽ ഇവിടെ ആൾ കൂടും, ഇവിടെ കൂടിയാൽ ഇവിടെ ആൾ കുറയും. അപ്പൊ ഏരിയ കുറവ് ഇയാൾക്കാണ്, ഇവിടെ ഏരിയ കൂടുതലാണ്. ഏരിയ കുറഞ്ഞ പ്രതിരോധം കൂടുതലാണ്. നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? വിച്ച് ഹാസ് ഹയർ റെസിസ്റ്റൻസ്. ഹയർ റെസിസ്റ്റൻസ് ആർക്കാണ് ചോദിച്ചുള്ളത്? ഹയർ റെസിസ്റ്റൻസ് ആർക്കാ? മറക്കരുത്, ഹയർ റെസിസ്റ്റൻസ് ആർക്കാണ്? പീക്കാണ്. വാട്ട് ഇസ് ദ റീസൺ? കാരണം പീക്ക് എന്ത് കുറവാ? ഏരിയ എന്താണ്? ഏരിയ കുറവാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്. ഛേദതല വിസ്തീർണം കുറവാണ്. അപ്പൊ എന്താണ് ആൻസർ? P ആണ്. ഇനി ചോദിച്ച ചോദ്യം അങ്ങനെയാണെങ്കിൽ പീക്ക് തന്നെയാണ് റെസിസ്റ്റിവിറ്റി കൂടുതൽ ചോദിച്ചത്. മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനെ, താപനിലയെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. നോക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെയിം ടെമ്പറേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സെയിം ടെമ്പറേച്ചർ മാറുന്നുണ്ടോ അപ്പോൾ മാത്രമേ ഒരു വസ്തുവിന്റെ റെസിസ്റ്റിവിറ്റി മാറുള്ളൂ. ഇതൊക്കെ ഒരു നിക്രോം മാത്രം. എല്ലാ നിക്രോമിനും ഒരേ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം. ഒരു ടെമ്പറേച്ചറിൽ എല്ലാ നിക്രോമിനും ഒരേ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം. ഇനി റെസിസ്റ്റിവിറ്റി മാറണമെന്നുണ്ടെങ്കിൽ P ഇരുമ്പായിരിക്കണം,
Q ചെമ്പായിരിക്കണം, R നിക്രോം ആയിരിക്കണം. അങ്ങനെ മൂന്ന് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് പറയാം മൂന്നിനും വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി ഉണ്ടെന്ന് പറയാം, വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി ഉണ്ടെന്ന് പറയാം. പക്ഷേ 3 നിക്രോം ആണ്, ഒരേ ടെമ്പറേച്ചർ, അതുപോലെ ടെമ്പറേച്ചർ ആണ്. P അമേരിക്ക കൊണ്ടുവച്ചിങ്ങനെ, Q ആഫ്രിക്ക കൊണ്ടുവച്ചിങ്ങനെ, R ഇന്ത്യയിൽ. ഈ 3 രാജ്യങ്ങളും വ്യത്യസ്ത ടെമ്പറേച്ചർ അല്ലേ, താപനില അല്ലേ. അപ്പൊ മൂന്ന് താപനില ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, അതിന് വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. പക്ഷെ നമ്മൾ നോക്കടാ, താപനില സെയിം ആണ്, സെയിം നിക്രോം തന്നെയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഇയാൾ റെസിസ്റ്റിവിറ്റി എന്തില്ല, റെസിസ്റ്റിവിറ്റി ആവൂല. അപ്പൊ ഈ ചങ്ങായി പറഞ്ഞത് എന്താണ്, ഈ ചങ്ങായി ഏതോ ഫിസിക്സ് അറിയാത്ത ഒരു വല്ലാത്ത ചങ്ങായി കേട്ടോ. അപ്പൊ ഫിസിക്സ് അറിയാത്ത ചങ്ങായി ആയതുകൊണ്ട് അയാൾ പറഞ്ഞത് എന്ത്, ഇവയിൽ പീക്കാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി പീക്ക് ആയിരിക്കോ? അല്ല, എല്ലാവർക്കും എന്താണ്, സെയിം റെസിസ്റ്റിവിറ്റി ആണ്. ആ കാര്യം മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഗോട്ട് ദ ലോവർ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആൻഡ് ഇലക്ട്രിക് അപ്പിയറൻസ് ഹാവിംഗ് ഹൈ പവർ ഓർ, ഇത് ആർക്കാണ് ഏറ്റവും കുറഞ്ഞ ഇലക്ട്രിക് റെസിസ്റ്റൻസ്, ഇലക്ട്രിക് അപ്പയൻസ് ഹാവിംഗ് ഹൈ പവർ ഓർ ഇലക്ട്രിക് അപ്പയൻസ് ഹാവിംഗ് ലോ പവർ. ഉയർന്ന പവർ ഉള്ള വായിക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് 400, 1600 അല്ലെങ്കിൽ 1600 വാട്ട് ഡിവൈസ് വെൻ 200 വോൾട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്. അതായത് ഒരേ വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പവർ കൂടിയ ഉപകരണത്തിനാണോ, പവർ കുറഞ്ഞ വൈദ്യുത ഉപകരണത്തിനാണോ പ്രതിരോധം കുറവ്? എക്സാമ്പിൾ ചോദിച്ചത് ഒരേ വോൾട്ട് സെയിം ആണ്, പക്ഷെ പവർ കൂടിയ ഉപകരണത്തിനാണോ പവർ കുറഞ്ഞ ഉപകരണത്തിനാണോ പ്രതിരോധം കൂടുതൽ? ഏതൊക്കെ ടേം, ആദ്യം ടേം ഏതൊക്കെയാണ് നോക്കാം. വോൾട്ട് ഉണ്ട്, പവർ ഉണ്ട്, പ്രതിരോധം ഉണ്ട്. വോൾട്ടും പവറും പ്രതിരോധമുള്ള ഇക്വേഷൻ നോക്കാം. വോൾട്ടും പവറും പ്രതിരോധം P = V²/R അല്ലേ. ഒരേ വോൾട്ട്, ക്വസ്റ്റ്യൻ നോക്കി, ഒരേ വോൾട്ടിൽ പ്രവർത്തിക്കുന്ന, ഒരേ വോൾട്ട്, അപ്പൊ വോൾട്ടിന്റെ ആ ഭാഗം ശ്രദ്ധിക്കേ വേണ്ട. ഒരേ വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പവർ കൂടിയ ഉപകരണത്തിനാണോ പവർ കുറഞ്ഞ ഉപകരണത്തിനാണോ പ്രതിരോധമാണ് ചോദിച്ചത്. പ്രതിരോധം ചോദിച്ചില്ലെങ്കിൽ മക്കളെ ചോദിച്ച ആൾക്കാരെ ഒറ്റക്കാക്കണം. ശ്രദ്ധിക്കുക മക്കളെ, ഇക്വേഷൻ എന്താ പോകത്തെ പോലെ വേണ്ട. ഓക്കെ, ഇക്വേഷന്റെ അപ്പുറത്ത് R ഇല്ല, ഈ R ഇങ്ങോട്ട് കൊടുത്തിട്ട് P അങ്ങോട്ട് കൊണ്ടുപോകാം. ശ്രദ്ധിച്ചു കേട്ടോ, ഈ R ഇങ്ങോട്ട് കൊടുന്ന ഇൻറ്റു R എന്നാവും. അപ്പൊ R × P = V² എന്നാവും. അപ്പോ R സമയം നമുക്ക് എന്ത് കിട്ടും, V²/T എന്ന് കിട്ടും. കാരണം നമ്മൾ ആറിന് പ്രതിരോധം കുറവ് സാധിക്കുക, ആണോ പ്രതിരോധം കുറവ് ചോദിച്ചാൽ പ്രതിരോധം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുള്ളൂ, റെസിസ്റ്റൻസ് മാത്രം ഇക്വേഷൻ ഇപ്പുറത്ത് ഒറ്റക്കാക്കി. ഇത് നോക്കി. അപ്പൊ പവർ കൂടിയ ഉപകരണത്തിലാണോ, പവർ കൂടിയത് സംഭവിക്കുക, പവർ ഇക്വേഷൻ താഴത്തിൽ ആളെ കൂടിയാൽ ഇപ്പുറത്തുള്ള കുറയും, പവർ കൂടിയ പ്രതിരോധം കുറയും. ഇനി നോക്കണം, പവർ കുറഞ്ഞാലോ, പവർ കുറഞ്ഞാല് പ്രതിരോധം കൂടും. നമ്മളോട് ചോദിച്ചു എന്താ, ഒരേ വോൾട്ടിൽ പവർ കൂടിയ ഉപകരണത്തിലാണോ പവർ കുറഞ്ഞ ഉപകരണത്തിലാണോ പ്രതിരോധം കുറവ്? പ്രതിരോധം കുറവ് ആർക്കാണ് ചോദിച്ചത്, പ്രതിരോധം റെസിസ്റ്റൻസ് ഏറ്റവും കുറവ് ആർക്കേക്കാരം? പ്രതിരോധം കുറയണമെങ്കിൽ പവർ എന്ത് ചെയ്യണം, കൂടണം. അപ്പോ പവർ കൂടിയ ഉപകരണത്തിലായിരിക്കും. എന്നാൽ ഏത് ഉപകരണത്തിലായിരിക്കും, ഹൈ പവർ ഉപകരണത്തിലായിരിക്കും എന്ത്, പ്രതിരോധം കൂടുതൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്ഥലം ഉണ്ടാ, STR കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ 400 വോൾട്ട് 1500 വാട്ട് ഒരു ഉപകരണത്തിൽ 200 വോൾട്ട് വോൾട്ടേജ് പ്രവർത്തിക്കും. അപ്പൊ എന്തൊക്കെയാണെന്നുണ്ട്, 400 വോൾട്ട് 1500 വാട്ട് ഒരു ഉപകരണം ഉണ്ട്. ആ ഉപകരണത്തിൽ 200 വോൾട്ട് പ്രയോഗിക്കുമ്പോൾ അവസരത്തിൽ പവർ എത്രയായിരിക്കും? അത് 400 വോൾട്ട് കൊടുത്ത ഈ ചങ്ങായി 1500 വാട്ടിൽ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ 200 വോൾട്ട് കൊടുത്താൽ ഈ ചങ്ങായി എത്ര പവറിൽ പ്രവർത്തിക്കും എന്നാണ് കൂടി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ഉപകരണത്തിന് എപ്പോ ഏത് വോൾട്ട് കൊടുത്താലും അതിന്റെ പ്രതിരോധം സെയിം ആയിരിക്കും. അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ പ്രതിരോധം കണ്ടുപിടിക്കുക. എന്നിട്ട് അതേ പ്രതിരോധം വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഇപ്പൊ എക്സാം ചോദ്യം ഒന്നുകൂടി കറക്റ്റ് ആയി തരാം. 400 വോൾട്ടിൽ 1500 വാട്ടിൽ ചങ്ങായി പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, 400 വോൾട്ട് കൊടുത്ത 1500 വാട്ട് ഇയാൾ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ 200 വോൾട്ട് കൊടുത്ത ഇയാൾ എത്ര വാട്ടിൽ പ്രവർത്തിക്കും? ശ്രദ്ധിച്ചു കേട്ടോ, 400 വോൾട്ടിൽ 1500 വാട്ട് പവറിൽ ഇയാൾ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ പോട്ടെ, എല്ലാവരും പോട്ടെ. യെസ്, ഓല വേണ്ട. ഓക്കെ, അപ്പൊ ഈ 400 വാട്ട് കൊടുത്ത 1500 വാട്ട് ഇയാൾ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ 200 വോൾട്ട് കൊടുത്താൽ എത്ര വാട്ട് പവർ ഇയാൾ പ്രവർത്തിക്കുന്ന ചോദ്യം. അത് കണ്ടുപിടിക്കുന്ന ആദ്യം വെച്ച് ചെയ്യേണ്ട കാര്യം, ആ ഇക്വേഷൻ വെച്ചിട്ടാണ്. ആറിന്റെ ഇക്വേഷൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, V²/P ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ട് ആദ്യം പ്രതിരോധം കണ്ടുപിടിക്കണം. ഈ മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ശേഷം മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, R കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, V²/R ആണ്. ഇവിടെ V² എത്ര, നമ്മൾ തന്നുള്ള സാധാരണ പ്രൊസീജിയർ മറന്നു വയ്ക്കണ്ടാ. തന്ന ആൾക്കാർ ആദ്യം എഴുതണം. എത്ര യെസ്, 400 വോൾട്ട് തന്നിട്ടുണ്ട്. പവർ എത്ര, P എത്ര എന്നുള്ളത്
എത്ര വന്നിട്ടുണ്ട് 1600. 400 വോൾട്ട് 1600 വാട്ടില് ഇയാള് എത്ര പ്രതിരോധം ഉണ്ട് നോക്കാം. മാത്രമല്ല ആ ഉപരിതല പ്രതിരോധം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 400 വോൾട്ട് 400 സ്ക്വയർ കൊടുക്കട്ടെ. 400 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 ഇൻറ്റു 400 ഡിവൈഡ് ബൈ 6 യെസ് മാറിപ്പോയിന്റ് അല്ലേ. യെസ് മാറിപ്പോയിന്റ്. എത്രയാണ്? പി ആണ് കേട്ടോ. സോറി ഇതിൻ്റെ അടുത്ത് മിസ്റ്റേക്ക് കേട്ടോ. ഇതിൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് ആണ്. യെസ് വീണ്ടും അതിന്റെ മിസ്റ്റേക്ക് വന്ന് എന്താണ്? പി ആണ് കേട്ടോ. സോറി യെസ് പി. യെസ് അപ്പൊ എത്ര താഴ്ത്തിട്ടുണ്ട്? 1600. 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി. ശരിക്കും ആവശ്യമില്ല. ഓക്കെ ആവശ്യമില്ല. ആവശ്യമില്ല. യെസ് ഓക്കെ. ഇസ് ഈക്വൽ ടു 4 × 4 16. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. 0 0 ബാക്കി 0 0. താഴത്തെ എന്തുണ്ടാ? ഒരു 1600 ഉണ്ട്. 0 0 0 0 16 വെട്ടി. ബാക്കി എത്ര ഉള്ളത്? ഒരു 100 ബാക്കിയുണ്ട്. അപ്പൊ 100 ഓം. 100 എന്താണ്? പ്രയോജന യൂണിറ്റ് എന്താ മറക്കരുത്. 100 എന്താണ്? 100 ഓം ആണ് പ്രയോജന യൂണിറ്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ആ ചങ്ക്സ് സിനിമയിലുണ്ട്. ധർമ്മജൻ ബോൾഗാട്ടി മറ്റേ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോ ചോദിക്കും വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ചോദിക്കുമ്പോ അവര് കോട്ടുവായിടും. അപ്പൊ യു ആർ കറക്റ്റ് മാൻ എന്ന് പറയും. അതായത് ഓം എന്നാണ് 6 യൂണിറ്റ് റെസിസ്റ്റൻസിന്റെ പ്രതിരോധത്തിന്റെ യൂണിറ്റ്. അതേപോലെ അതിന് ശേഷം പറഞ്ഞ ഡയലോഗാണ് എന്ത്? വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് പവർ എന്ന് ചോദിക്കും. വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് പവർ എന്ന് ചോദിക്കുമ്പോൾ എന്താ വാട്ട്സ് ആർ എന്ന് ചോദിക്കും. അല്ല വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. യു ആർ കറക്റ്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ് എന്ന് പറയും. എന്താണ്? അപ്പോൾ മറക്കരുത് പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണ്, പവറിന്റെ യൂണിറ്റ് വാട്ടാണ് ട്ടാ. മറക്കരുത്. ഓക്കെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഈ ഉപകരണത്തിന്റെ റെസിസ്റ്റൻസ് കിട്ടി. ഉപകരണത്തിന്റെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പിക്കട്ടെ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പിക്കാം. യെസ് ഉത്തരം മഞ്ഞൾപ്പിക്കാൻ പോവാണ്. ഉത്തരം എന്ന് പറഞ്ഞാല് എത്ര? യെസ് എത്ര കിട്ടിയത്? 100 വോൾട്ട് ആണ് കിട്ടിയത് കേട്ടോ. 100 വോൾട്ട് ആണോ? യെസ് നമുക്ക് എന്താ കിട്ടിയത്? 100. വീണ്ടും തെറ്റി. എന്താണ് അവിടെ പനിയൊക്കെ പിടിച്ചിട്ട് തല ആകാൻ തേക്കണേ? സുന്ദാപ്പി അയക്കണേ. ഓക്കെ ശ്രദ്ധിക്കാം. അപ്പൊ 100 ഓം പ്രതിരോധം ആദ്യം കിട്ടി. യെസ് നമുക്ക് ഇയാളുടെ ഈ ഉപകരണത്തിന്റെ എന്ത് കിട്ടിയിട്ടുണ്ട്? പ്രതിരോധം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 200 വോൾട്ട് കൊടുത്ത ഈ ചങ്ങായി എത്ര പവർ ഉണ്ട്? അപ്പൊ 200 വോൾട്ട് കൊടുത്താൽ ചോദിച്ചാൽ മതി. അപ്പൊ ഈ ചങ്ങായിന്റെ പ്രതിരോധം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വോൾട്ട് 200 വോൾട്ട് കൊടുത്താൽ ഈ ചങ്ങായി എത്ര പവർ കിട്ടും നമ്മൾ ചോദ്യം. നമ്മൾ ചോദിച്ച് നമ്മൾ ഈ ഇത്ര വോൾട്ടിൽ ഇത്ര പവർ നമുക്ക് കിട്ടും. അപ്പൊ അവിടുത്തെ പ്രതിരോധം നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ചോദിച്ചിരുന്നത് 200 വോൾട്ടില് പ്രതിരോധം നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര പവർ കിട്ടും നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പി = v² ബൈ ആംഗിൾ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. പി = v² ബൈ ആംഗിൾ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവാണ്. 200 വോൾട്ടിലുള്ള പവർ കണ്ടുപിടിക്കാൻ പോവാണ്. 200ന്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. 200 ഇൻറ്റു 200 ചെയ്യണം. ആദ്യം 200 × 200 ചെയ്യണം. ബൈ 100 = ഇയാണ് കണ്ടുപിടിക്കുന്നത്. 0 വെട്ടി 0 വെട്ടി എത്രടാ? 200 × 2 എത്ര കിട്ടാം? എത്ര കിട്ടും? എത്ര വേഗം യെസ് 2 × 4 2 0 ബാക്കിയുണ്ട്. എത്ര കിട്ടും? യെസ് 400 കിട്ടും. എന്താ പവറിന്റെ യൂണിറ്റ്? പവറിന്റെ വേഗം കമന്റ് ചെയ്യാം. അറിയുന്ന പെട്ടെന്ന് കമന്റ് ചെയ്യട്ടോ. പവറിന്റെ യൂണിറ്റ് എന്താണ്? അപ്പൊ ടൈം സ്റ്റാമ്പ് ചെയ്യാം. ടൈം സ്റ്റാമ്പ് ചെയ്ത് എന്ത് ചെയ്യാം? വേഗം കമന്റ് ചെയ്യാം. ജസ്റ്റ് ടൈം സ്റ്റാമ്പ് അറിയില്ലേ? 40 2 കുത്ത് അറിയില്ലേ? ടൈം സ്റ്റാമ്പ് ചെയ്യാം. ഉത്തരം വേഗം കമന്റ് ചെയ്യട്ടാ. അപ്പൊ 400 എന്ന് പറഞ്ഞാൽ 400 ചക്കമാ ഏതാണ് പവർ യൂണിറ്റ്? വാട്ട്. മറക്കരുത്. എന്താണ്? വാട്ട്. അപ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. 400 വാട്ടിൽ 400 വോൾട്ടിൽ 1500 വാട്ട് ഉപകരണം വർക്ക് ചെയ്യണമെങ്കിൽ 200 വോൾട്ടില് എത്ര വാട്ടുകൾ വർക്ക് ചെയ്യുള്ളൂ? 400 വാട്ട് പവറിൽ ഈ ചങ്ങായി വർക്ക് ചെയ്യുള്ളൂ. ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ അപ്പോ ഇതിന് ആൻസർ കിട്ടി വിചാരിക്കണോ? വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ട് ഡിലീറ്റ് ആക്കാം. യെസ് എന്താ കിട്ടി? നമുക്ക് ഫസ്റ്റ് ആൻസർ എന്താ കിട്ടിയത്? ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? യെസ് പവർ കൂടിയ ഉപകരണത്തിൽ പ്രവർത്തിക്കുക. ഇതിൽ ആദ്യം നമുക്ക് പ്രതിരോധം എന്ത് കിട്ടി? പ്രതിരോധം 100 ഓം കിട്ടിയിരുന്നു. പിന്നെ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ പവർ 400 വാട്ട് കിട്ടി. ഓക്കെ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ യെസ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ഹൗസ് 4 വീണ്ടും എന്ത് എടുക്കാവോ? ഇതോടെ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാ ക്വസ്റ്റ്യനാ. ഓക്കെ ഇൻ എ ഹൗസ് 4 lamps of 60 watt each are 4 lamps of 60 watt each are used for 3 hours a day and 6 lamps of 40 watt each are used for 4 hours in a day. Calculate the total energy consumed by them in 30 days. അതായത് ഒരു വീട്ടില് 60 വാട്ട് വീതമുള്ള 4 വിളക്കുകളുണ്ട്. അതേപോലെ തന്നെ 3 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. 4 വാട്ട് വീതമുള്ള 6 വൈദ്യുത വിളക്കുകൾ വേറെ ഉണ്ട്. അവർ 4 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തിന് ആകെ എത്ര ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട്? നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയേക്കുക നോക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം പറയാൻ വിട്ടുപോയതാണ്. ക്വസ്റ്റ്യൻ പറയാൻ വിട്ടുപോയതാണ്. ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ഉപകരണം എന്താ എഴുതിയേക്കുക? വിളക്ക് അല്ലെങ്കിൽ ലാമ്പ്. അതിന്റെ ലാമ്പിന്റെ ആ സംഭവം ലാമ്പ് എഴുതിക്കുന്നത്. ഈ ലാമ്പ് എത്ര ലാമ്പ് ഇടണം?
ഒന്നാമത്തെ കേസ് എത്ര ലാമ്പ് ഉണ്ട്? 4 ലാമ്പ് ഉണ്ട്. അപ്പൊ എത്ര വാട്ട് ഉണ്ട്? 60 വാട്ടിന്റെ. 60 വാട്ടിന് എത്ര ലാമ്പാ? യെസ്, 4 ലാമ്പ്. അപ്പൊ 60 × 4 ഇരിക്കുക. ലാമ്പ് ഒന്നാമത്തെ ലാമ്പാട്ടോ, ഒന്നാമത്തെ ടൈപ്പ് ലാമ്പാണ്. 60 വാട്ടാണ്, 4 എണ്ണ ഉണ്ട്. എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ടാ? 3 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. റെഡി ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ എത്ര പവർ ഉണ്ട് കണ്ടുപിടിക്കണം. 6 4 24 0 240 വാട്ടാണ്. അപ്പൊ ടോട്ടൽ പവർ 3 മണിക്കൂർ പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ ലാമ്പിന്റെ കേസ് ആയിരുന്നു കേട്ടോ. ഈ രണ്ടാമത്തെ ലാമ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലാമ്പ് കേട്ടോ. രണ്ടാമത്തെ ലാമ്പ് എന്ന് പറഞ്ഞാല് എത്ര വാട്ട് പവർ ഉണ്ടോ? 40 വാട്ട്. 40 വാട്ട് പവറുള്ള രണ്ടാമത്തെ ലാമ്പ്. എത്ര ലാമ്പ് ഉണ്ട്? 6 ലാമ്പ് ഉണ്ട്. ഓക്കെ. എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ടോ? എത്ര മണിക്കൂർ? 4 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. നോക്കടാ, 4 6 6 4 അതന്നെ 24 0 വാട്ട്. യെസ്, 0 240 വാട്ട്. യെസ്, 240 വാട്ട് ഉണ്ട്. എത്ര ഇതുണ്ടാ? എത്ര മണിക്കൂറുണ്ട്? 3 മണിക്കൂറുണ്ടാ. 3 മണിക്കൂറുണ്ട്. അപ്പൊ 240 2 240 അല്ലേ? 1 3 മറ്റേ എത്ര? സോറി, മറ്റേ 4 ആണല്ലേ? യെസ് മറ്റേത് 4 മണിക്കൂറാട്ടാ. ഓക്കെ, കറക്റ്റ്. ഇനി നമ്മൾ ചോദിച്ചില്ല. ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇവര് എത്ര ഊർജ്ജം ഉപയോഗിക്കുന്നത്? ആദ്യം ഈ ചെങ്ങായിന്റെ ഊർജ്ജം കണ്ടുപിടിച്ച് ഇവിടുത്തെ നമുക്ക് ചെയ്യാം. നമുക്ക് വേറെ സ്ഥലത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. അപ്പൊ ആദ്യം ഒന്നാമത്തെ ലാമ്പിന്റെ ഊർജ്ജം കണ്ടുപിടിക്കാൻ പോകട്ടെ. ഒന്നാമത്തെ ലാമ്പിന്റെ ഊർജ്ജം നമുക്ക് എല്ലാവർക്കും പറയാം. ഇക്വേഷൻ എന്താണ്? P × T by എന്താണ്? T by എന്താണ്? 1000 ആണ്. T by എന്താണ്? 1000 ആണ്. സീക്വൽ ടു പവർ എത്ര? 240 ഇൻറ്റു സമയം എത്ര? യെസ് നോക്ക് 3. 240 × 3 ബൈ 1000. 240 × 3 ബൈ 1000. സീക്വൽ എത്ര കിട്ടുക? 24 × 3. 3 2 എത്ര? 3 2 എത്ര? 2 3 യെസ് 6 ആണ്. 60 ആണ്. 4 3 12 ആണ്. അപ്പൊ 72 കിട്ടും. 720 അല്ലേ? അല്ലോ, നോക്കിയോ 2 3 6 ആണ്. അപ്പൊ 20 × 3 60 ആണ്. 4 3 12 ആണ്. 60 + 12 72. കറക്റ്റ്. യെസ്, 720 ബൈ എന്ത് കിട്ടും? യെസ് 1000. എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടുക? 0 0 വെട്ടി 72 / 100 എത്ര കിട്ടുക? 72 / 100 എത്ര കിട്ടുക? 72 / 100 എന്ന് പറഞ്ഞാല് 0.72 ആണ് ആൻസർ. അല്ലേ? ആണ്. അപ്പൊ ഇത്ര KWH ആണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ ഒന്നാമത്തെ ലാമ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇയാൾ ഉപയോഗിക്കുന്ന ലാമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ലാമ്പ്. അപ്പൊ അടുത്ത ലാമ്പ് കണ്ടുപിടിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ലാമ്പാണ്. സെയിം ഇക്വേഷൻ എന്താണ്? P × T by 1000. മറക്കരുത്, P × T by 1000 ആണ്. അത് നോക്കണം. P എത്ര? യെസ് 240 തന്നെയാണ്. T എത്രയാണ്? 4 ആണ്. 240 × 4 ബൈ 1000. ഓക്കെ ആണല്ലോ. എത്ര യൂണിറ്റ് നോക്കാൻ പോവാണ്? 240 × 4 എത്രടാ? 240 × 4 2 4 8 ആണ്. അപ്പോ 20 × 4 80 ആയിരിക്കും. 4 4 16 ആണ്. 80 + 16 എത്രയാണ്? 96. 96 പിന്നെ ഒരു 0 ബാക്കിയുണ്ട്. അപ്പോ 24 × 4 96 + 0. ഓക്കെ. ഇനി താഴ്ത്തുന്നുണ്ട് ഒരു 1000 ഉണ്ട്. ഓക്കെ. ഇനി 0 0 വെട്ടി പിന്നെ എത്ര ഉണ്ട്? 96/100 നമുക്ക് എത്ര കിട്ടും? 0.96 കിട്ടും അല്ലെ? എത്ര? KWH ആണ് ആൻസർ. യെസ്, അവിടെ തികയില്ല. യെസ്, ഒന്ന് കറക്റ്റാക്കി നല്ല ഉഷാറാക്കി കേട്ടാ. യെസ്, എന്താണ്? KWH. ഓക്കെ. അപ്പോ 96 കിട്ടി. അതായത് ഒന്നാമത്തെ ലാമ്പിന് 0.72 അതേപോലെ തന്നെ രണ്ടാമത്തെ ലാമ്പിന് 0.96 കിട്ടിയുള്ളത്. അപ്പൊ ടോട്ടലി നമുക്ക് എത്ര കിട്ടും? 990 + 9 + 7 9 6 1.9 + 6 6 എന്നുണ്ട്. 6 2 ഉണ്ട്. എത്ര കിട്ടും? 8. 1.68 KWH ഇവിടെ എന്തുണ്ട്? ഡെയിലി യൂസ് ഉണ്ട്. നമ്മോട് എന്താ ചോദിച്ചുള്ള മക്കളെ? എന്താ ചോദിച്ചത്? എന്താണ് 30 ദിവസം ഉപയോഗിക്കുന്ന ആകെ ഊർജ്ജത്തിന്റെ അളവാ ചോദിച്ചുള്ള മക്കളെ. മറക്കരുത്, 30 ദിവസം എന്ന് പറയുമ്പോൾ ഈ 1.68 എന്തുകൊണ്ട് ഗുണിക്കണം? 30 കൊണ്ട് ഗുണിക്കണം. നോക്ക് 30 ദിവസത്തിന് ആകെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പോട്ടോ. യെസ്, 8 0 0 8 0 6 8 0 6 0 0 1 0 0 8 3 എത്ര? 3 24 4 ഉണ്ട്. 2 ശിഷ്ടം ഉണ്ട്. 6 3 എത്ര? 18 ആണ്. 18 + 2 0 20 ആണ്. 0 ഉണ്ട്. 2 ബാക്കിയുണ്ട്. 1 3 3 3 + 2 5 ആണ്. യെസ്, അതെന്ത് കിട്ടും? 0 ഉണ്ട്, 4 ഉണ്ട്, 0 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 5 ഉണ്ട്. ഇവിടെ പോയിന്റ് 2 സ്ഥാനം മാറ്റില്ല പോയിന്റ് ഉള്ളത്. അവിടെ 2 സ്ഥാനം മാറ്റിട്ട് പോയിന്റ് കൊടുക്കുക. 50.4
4 കിട്ടും. അതായത് ഇവിടുത്തെ ആൻസർ എത്രയാണ്? 50.40 അല്ലെങ്കിൽ 50.4 ആൻസർ. മറക്കരുത്. അതായത് 50.4 kWh ആണ്. 50 എത്രയാണ്? 50.4 kWh യൂണിറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് മക്കളെ. ഇവിടെ ഉപയോഗിക്കുന്നത് ഈ വീട്ടില് അവര് ഉപയോഗിക്കുന്നത്. മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോബ്ലം വെച്ച് ചോദിക്കുന്നുണ്ട്. പ്രോബ്ലം നോട്ട് ചെയ്ത് വെച്ചോളി. P/T/1000 ആണ്. ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഓക്കെ, ഇതിന് ശേഷം അടുത്ത പ്രോബ്ലം ചെയ്യാൻ പോവാണ്. How many hours same equation പരിപാടിയാ. How many hours does an appliance of power 1000 watt മറക്കരുത് 1000 watt works to use 1 kilowatt hour of electric energy? 100 കിലോവാട്ട് പവർ ഉള്ള ഒരു ഉപകരണം എത്ര മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് എത്ര മണിക്കൂർ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് 1 കിലോവാട്ട് അവർ? നമ്മൾ ഇതിലെ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ചോദ്യം കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പവർ തന്നിട്ടുണ്ട്. പവർ എത്ര തന്നിട്ടുണ്ട്? 1000 വാട്ട് പവർ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഒരു യൂണിറ്റ് 1 കിലോവാട്ട് ഹവർ. കിലോവാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ KWHന്റെ ഫുൾ ഫോം ആണ് കിലോവാട്ട് ഹവർ കേട്ടോ. അപ്പോൾ അവിടുത്തെ എന്ത് തന്നിട്ടുണ്ട്? വൈദ്യുതോർജ്ജത്തിന്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. വൈദ്യുതോർജ്ജത്തിന് എത്ര യൂണിറ്റ്, എത്ര അളവാണ് വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കേട്ടോ. അതായത് ഇലക്ട്രിക് യൂസേജിന്റെ അളവാണ്. ഇലക്ട്രിസിറ്റി യൂസേജിന്റെ അളവ് എത്ര തന്നിട്ടുണ്ട്? 1 കിലോവാട്ട് അവർ തന്നിട്ടുണ്ട്. അതായത് ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടുത്തെ എന്താ കണ്ടുപിടിക്കുന്നത്? എത്ര മണിക്കൂർ ഇവിടുത്തെ T ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് സെയിം ഇക്വേഷൻ എഴുതി വെക്കാം. P/T/1000 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1 കിലോവാട്ട് ഹവറിന് കിട്ടി. റെഡി ആണല്ലോ. നമുക്ക് P തന്നിട്ടുണ്ട്. P എത്ര? P എത്ര? 1000 ആണ്. P 1000 ആണ്. ഇങ്ങനെ 0 പോയി. P എത്രയാണ്? 1000 ആണ്. P 1000 ആണ്. ഇൻഡോ T നമുക്ക് തന്നിട്ടില്ല. T നമുക്ക് തന്നിട്ടില്ല. ഇൻഡോ T ബൈ എന്താണ്? 1000 ഇൻഡു T ബൈ 1000 ഈക്വൽ ടു 1 ആണ്. ഈ 1000 കട്ടായി പോയാൽ T ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? എന്ത് കിട്ടും? സിമ്പിളാ. എന്ത് കിട്ടും? നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ സാധനം കിട്ടും. എന്ത് 1 കിട്ടും. ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രം. ഓക്കെ, എത്ര? 1 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ഐഡിയ ക്ലിയർ ആണോ? മറക്കരുത്. 1 മണിക്കൂർ കിട്ടും. അതായത് 1 മണിക്കൂർ 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 1 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ കിട്ടുന്ന വൈദ്യുതോർജ്ജത്തിന്റെ അളവാണ് എന്ത്? 1 കിലോവാട്ട് അവർ. മറക്കരുത്. ഒന്നും കൂടെ പറഞ്ഞാൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ആൻസർ ഉൾക്കൊള്ളിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അതായത് 1000 വാട്ട് പവർ ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ അളവാണെന്ത്? 1 കിലോവാട്ട് അവർ. അതായത് 1 kilowatt hour is the electrical energy that uses while a 1000 watt appliance is worked for 1 hour. 1 മണിക്കൂർ നേരത്തേക്ക് 1000 വാട്ട് ഒരു അപ്ലയൻസ് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് എനർജി വൈദ്യുതോർജ്ജത്തിന്റെ അളവാണെന്ത്? 1 കിലോവാട്ട് അവർ. ഇതോട് കൂടി ആരോവിനെ പറ്റി നല്ല മൂക്ക് ചോദിച്ചിട്ട് ആരോവിനെ പറ്റി ഇങ്ങനെ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല മൂക്ക് ചോദിക്കും. ഓക്കെ, ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചൊക്കെ ആരോ ഓർക്കാം അല്ലെ? ഓക്കെ, ശ്രദ്ധിക്കാം. An electric heating appliance marked 800 watt, 240 volt operates for 10 minutes. Okay, calculate the quantity of the heat produced. Heat produced ചെയ്ത quantity കണ്ടുപിടിക്കുന്നത്. പിന്നെ എന്താ? What will be the power of the appliance if the voltage is 120 volt? പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം. അത് നമ്മൾ അടുത്ത പറഞ്ഞത് പ്രയോജനം കണ്ടുപിടിക്കാൻ നമ്മൾ ഒട്ടും ചെയ്തു. അതേപോലെ ചെയ്യാനുള്ള സംഭവം കേട്ടോ. ഇപ്പൊ നമ്മൾ ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 200 വാട്ട് 240 800 വാട്ട് 240 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു വൈദ്യുത താപന ഉപകരണം 10 മിനിറ്റ് നേരം പ്രവർത്തിക്കുന്നു. താപത്തിന്റെ അളവ് കണക്കാക്കുക. എന്ത് കണ്ടിട്ടുണ്ട്? 800 വാട്ട് P തന്നിട്ടുണ്ട്. P എത്ര? 800 വാട്ടാണ് തന്നിട്ടുണ്ട്. നോക്കാം. 240 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയാൽ എന്ത് ചെയ്യുന്നുണ്ട്? 240 വോൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? നോക്കാം. പിന്നെ എന്തുണ്ട്? ഇതാണ് ഉപകരണം 10 മിനിറ്റ് പ്രവർത്തിക്കുന്നു. സമയം T = 10 മിനിറ്റ്. സമയം 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റണം? സെക്കൻഡിൽ മാറ്റണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 60 × 10 എത്ര കിട്ടും? 600 സെക്കൻഡ് ആയിരിക്കും. അത് സമയം തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കുന്നത്? H കണ്ടുപിടിക്കുന്നത്. മക്കളെ, H കണ്ടുപിടിക്കാൻ പവറിന്റെ രീതിയിൽ ഒരു ഇക്വേഷൻ മറക്കരുത്. പവർ വെച്ചിട്ട് H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന്റെ പേരാണ് H = P × T. മറക്കരുത്. H എന്താണ്? P × T. അപ്പൊ P എത്ര? 800 തന്നിട്ടുണ്ട്. P എന്തുണ്ട്? 800 തന്നിട്ടുണ്ട്. 800 × എത്ര സമയം എത്ര തന്നിട്ടുണ്ട്? 600 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ 800 × 600
5 8 40, 6 8 48 പിന്നെ എത്ര 2 0 അവിടെ 2 0 അവിടെ 2 0 ഇവിടെ 2 0 അവിടെ 6 8 48 2 0 2 0 എന്നിട്ടും ഒറ്റ 10 100 1000 10 ലക്ഷം 4,80,000 എന്ത് യെസ് എന്താണ് ജൂള് ഹീറ്റ്. അപ്പൊ ഒന്നാമത്തെ ആൻസർ എന്താണ് 48 4 എന്താ യൂണിറ്റ് ജൂളാണ് യൂണിറ്റ്. ഇനി വോൾട്ടേജ് 120 വാട്ട് ആയാൽ മക്കളെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ 800 വാട്ട് 240 വോൾട്ട് ആണ്. അപ്പൊ ഈ 240 120 ആയ എത്ര വാട്ട് കിട്ടും, എത്ര വാട്ട് പവർ കിട്ടുന്ന ചോദ്യം. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ആദ്യം ഒഴിവാക്കാം, സ്ഥലം നോക്കാം യെസ് സ്ഥലം. അപ്പൊ ആദ്യം മക്കളെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ 800 240 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വോൾട്ട് മാറിയാൽ കിട്ടുന്ന പവർ ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ട കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ് അല്ല കഴിഞ്ഞ ടോപ്പിക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ടോപ്പിക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ R എന്താ V² ബൈ P നമുക്കറിയാം. നല്ല പോലെ കുറെ നേരം നമ്മൾ മാർക്ക് മാറ്റുക R V² ബൈ P. യെസ് V എത്ര നോക്ക് V എത്ര ഇവിടെ 240 വോൾട്ട് V ആണ്, 800 വാട്ട് എന്താണ് പവർ ആണ്. 240 സ്ക്വയർ കണ്ടുപിടിക്കണം ആദ്യം. 240 ഇൻറ്റു 240 ബൈ എന്താണ് എത്ര 800 ആണ്. റെഡിയാണല്ലോ നോക്ക് 0 0 0 0 824 കട്ട് ചെയ്യാൻ പറ്റും. 1 8 2 8 16 3 8 24 കട്ട് ചെയ്യാം 3 കിട്ടും. 3 × 24 എത്ര കിട്ടുക? 3 × 24 എത്ര കിട്ടുക? വേഗം പറയും ഓക്കെ. 20 × 3 60, 4 3 12, 60 + 12 72. കഴിഞ്ഞു പരിപാടി കിട്ടി. 72 ഓം ആണ് ഇവിടുത്തെ പ്രതിരോധം 72 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് 120 വോൾട്ട് ആയാൽ 120 വോൾട്ട് നേരെ ഇക്വേഷൻ തിരിച്ചാൻ പോട്ടെ. P = പവർ കണ്ടുപിടിക്കേണ്ടത് 120 വോൾട്ട് ആയുള്ള പവർ കണ്ടുപിടിക്കുക. P എത്ര ആറാവില്ല യെസ് പവർ 120 വോൾട്ട് ആയുള്ള പവർ. അപ്പൊ V എന്ന് പറയുന്നത് 120 ആയി മാറി. 120 ഗുണിക്കണം എന്താണ് 120 ബൈ എന്താണ് 72 ആണ് ചെയ്യേണ്ടത്. റെഡിയാണല്ലോ 72 12 എങ്ങനെയും കണക്ഷൻ നോക്കി. 12 + 12 24, 24 + 24 48, 48 + 24 എത്ര കിട്ടാം 86 അല്ലേ? വലിയ കണക്ഷൻ ഉണ്ടാ നോക്കിയോ അല്ലെങ്കിൽ ജസ്റ്റ് കുളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കിടാ. ഓക്കെ യെസ് 12 യെസ് കുളിച്ചോ 12 സ്ക്വയർ നമുക്ക് അതിലേക്ക് 144 യെസ് എത്ര നോക്കണം യെസ് അതായത് ഓക്കെ 112 സ്ക്വയർ നമുക്ക് 12 സ്ക്വയർ 12 × 12 144 144. പിന്നെ 2 0 ഉണ്ട്, 2 0 ബാക്കി. ഇനി 72 ഡബിൾ എത്ര? 70 × 70 140. 2 + 2 4 ആണ്. അപ്പോൾ 144. 72 140 കട്ട് ചെയ്തൂടെ എത്ര കിട്ടും? 2 കിട്ടും. ബാക്കി 2 0 ഉണ്ട്. അപ്പൊ എത്ര ആൻസർ കിട്ടും? 200 ആൻസർ കിട്ടും. ഇത് ചെയ്താൽ മനസ്സിലാവാത്ത ഒന്നുകൂടി ഞാൻ പറയാം. 120 എന്ന് പറഞ്ഞാൽ വീന്റെ സ്ക്വയർ, V എന്ന് പറഞ്ഞാൽ 120 ആണ്. വീന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 120 ആണ്. 120 ബൈ 6 70 ഒരു 2 മിസ് ചെയ്യില്ല 72 ആണ്. അങ്ങനെ അപ്പൊ 120 120 ചെയ്തപ്പോൾ 12 സ്ക്വയർ എന്ന് പറയുന്നത് 144. സംശയമുള്ളവർക്ക് ചെയ്ത് കാണിച്ചു തരാം. 12 സ്ക്വയർ 144 ആണോ സംശയമുള്ള ആൾക്കാർക്ക്? 12 സ്ക്വയർ അല്ലേ? 12 സ്ക്വയർ യെസ് 12 ഇൻറ്റു 12 2 2 4 1 2 2 2 1 2 1 1 1 എത്ര കിട്ടുക? 4 4 4. ഞാൻ സുമ്മാ വാണ് നോക്കണം ചെക്ക. അത് 144. ഓക്കെ ഫിസിക്സ് ഷൈൻ സാറിന് സുമ്മാ വാണ് നോക്കണം. ശ്രദ്ധിക്കുക 144 2 0 ബാക്കി 2 0 ഇട്ടെടുത്തു. ഓക്കെ 2 0 72 40 144 കട്ടായി പോയി. 72 ഡബിൾ ആണ് 154. അപ്പൊ 2 കട്ട് ചെയ്തു. ബാക്കി 2 0 ഉണ്ട് 200. എന്ത് കിട്ടി? യൂണിറ്റ് എന്താ 200 വാട്ട് ആണ്. യെസ് വോൾട്ടേജ് 120 ആയ എത്ര വാട്ട് കിട്ടും? 200 വാട്ട് പവർ കിട്ടും. ഈ ചെങ്ങായി കിട്ടാൻ മറക്കരുത്. 240 വോൾട്ടില് 800 വാട്ട് കിട്ടും. 120 200 വാട്ട് പവർ കിട്ടുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കണം, ഒരിക്കലും നേരെ പകുതി ഒന്നും ആവില്ല. എന്ത് ചെയ്യണം? ഞാൻ ഗുണിച്ച് ഗണിച്ച് തന്നെ സംഭവം ഗുണിച്ച് തന്നെ സംശയം
ഗണിച്ചെന്നല്ല പറയാ, ആലോചിച്ച് ചെയ്യുന്ന സംഭവമല്ല, കറക്റ്റ് മാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുന്ന സാധനം കേട്ടോ. ശ്രദ്ധിക്കരുതല്ല, ശ്രദ്ധിക്കണം. 8 പകുതി ഒന്നും കൊണ്ട് അവിടെ എഴുതി കൊടുക്കരുത്. എന്ത് ചെയ്യണം, 244 120 അയച്ചിട്ട് പവർ എന്താവില്ല, പകുതി ആവുന്നില്ല, അതൊക്കെ ശ്രദ്ധിക്കട്ടെ. ഓക്കെ, ഇതോടെ കൂടി ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ ഇടാം, ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റിംഗ് അപ്പയറൻസ് മാർക്കിംഗ് 1000 വാട്ട്, 200 watt. What does it mean? എന്താണ് അർത്ഥം? സിമ്പിളാ. 200 വോൾട്ട് കൊടുത്താൽ ഫുൾ വായിച്ചതിന് ശേഷം പറയണ്ട. What will be the resistance of the appliance? Okay, അടുത്തത്, if we change the labeling of the same device as 4000 watt, x, find the value of x. ഇത് നമ്മൾ മാത്സിൽ എക്സ് ഉണ്ടല്ലോ, ഇപ്പൊ വീണ്ടും ഇവിടെ ഫിസിക്സിൽ എക്സ് വന്നിരുന്നത് മായില്ല, മായണ്ട, കുഴപ്പമില്ല. ഇനി അവിടെ കണ്ടെടുക്കാൻ പോകട്ടെ. ശ്രദ്ധിക്കാം, ഒരു താപന ഉപകരണത്തിൽ 1000 വാട്ട് 200 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവ ഓരോന്നും അർത്ഥമാക്കുന്നത് എന്താണ്? എന്താ അർത്ഥം ആവശ്യം? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. 200 വോൾട്ട് കൊടുത്താൽ 1000 വാട്ട് പവറിൽ ഉപകരണം പ്രവർത്തിക്കും. മറക്കരുത്, 200 വോൾട്ട് നമ്മൾ ഗീവ് ചെയ്താൽ കൊടുത്താൽ ഈ ഉപകരണം എത്ര വാട്ടിൽ എത്ര പവറിൽ വർക്ക് ചെയ്യും? 1000 വാട്ട് പവറിൽ വർക്ക് ചെയ്യും. ഇതാണ് സിമ്പിൾ അർത്ഥമാണ്. ഇവിടെ കൊടുത്ത വോൾട്ട് വാട്ട് നോക്കുക, ഈ വോൾട്ട് കൊടുത്താൽ ഈ വാട്ടിന് എന്ത് ചെയ്യും? ഈ ചങ്ങായി വർക്ക് ചെയ്യും, പ്രവർത്തിക്കും. ഓക്കെ, ഇനി ഈ ഉപകരണത്തിന്റെ പ്രതിരോധം എത്രയായിരിക്കും? റെസിസ്റ്റൻസ് സിമ്പിൾ ആണ്. ഇത്ര നേരം നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് R is equal to എത്ര? R is equal to V² എന്താണ്? P ആണ്. V² P ആണ്. ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നമുക്ക് VB ഇവിടെ സ്ഥാനം ഒക്കെ ശ്രദ്ധിക്കുക. V എത്ര? 200 ആണ്. 200 സ്ക്വയർ 200 ഡിവൈഡ് ബൈ V എത്ര? 1000 1000 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി. യെസ്, 20 × 2 20 എത്ര ഇടാം? 2 2 4 40 കിട്ടും. അപ്പൊ 40 ഓം ആണ് ഈ ചങ്ങായിന്റെ എന്ത്? ഈ ചങ്ങായിന്റെ നമ്മൾ നേരത്തെ യൂണിറ്റ് ചെയ്തിട്ട് മാറിപ്പിക്കണം അല്ലല്ലോ. ശരി, കറക്റ്റ്. ഓക്കെ, ശരി, റെഡി. അപ്പൊ 40 ഓം തന്നെയാണ് ഇയാളുടെ എന്ത്? പ്രതിരോധം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ നമുക്ക് കിട്ടി ഈ ഉപകരണത്തിന് എന്താണ്, എങ്ങനെ അർത്ഥമാണെന്ന് വെച്ചാൽ 200 വാട്ട് കൊടുത്താൽ 200 വോൾട്ട് കൊടുത്താൽ 1000 വാട്ടില് ചങ്ങായി എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അത് നമുക്ക് മനസ്സിലായി. അടുത്തത് ഉപകരണ പ്രതിരോധം എന്താണ്? പ്രതിരോധം കണ്ടുപിടിച്ചു. ആറിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. എത്രയാണ്? 40 ഓം ആണ് ഈ ചങ്ങായിന്റെ എന്ത്? പ്രതിരോധം കണ്ടുപിടിച്ചു. ഈ ഉപകരണത്തിന്റെ ലേബലിംഗ് 4000 വാട്ട് എക്സ് എന്നാക്കിയാൽ, ശ്രദ്ധിക്കുക, 4000 വാട്ട് കൊടുത്താല് ഇയാളുടെ വോൾട്ടേജ് V ആണ് കണ്ടുപിടിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ചെയ്തത് വെച്ചാല് 200 വോൾട്ട് വന്നിട്ട് പവർ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത് ഇപ്പൊ ചെയ്യാൻ പോണത് പവർ വന്നിട്ട് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്, വോൾട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. എക്സ് ഉദ്ദേശിച്ച ഇതേപോലെ ഈ 4000 വാട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? 4000 വാട്ട് എഴുതിയിട്ടുണ്ട്, ഈ വോൾട്ടിനോടത്ത് എക്സ് വോൾട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ എക്സ് ആണ് അങ്ങോട്ട് കണ്ടുപിടിക്കാനുള്ളത്. സിമ്പിളാ. സെയിം ഇക്വേഷൻ ആണ്. സെയിം ഇക്വേഷൻ പറയുമ്പോ ഇവിടെ നോക്കി, P = V² R എന്നുള്ള ഇക്വേഷൻ ഇല്ല. സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ R കൊണ്ടുവരാം. അപ്പോ V² = P × R എന്ന് കിട്ടും. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് V കിട്ടും. അപ്പുറത്ത് നല്ല കറക്റ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടാ. റെഡി. ബാക്ക് എന്തൊക്കെയാവുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പൊ അടുത്തെടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോൾട്ടാ കണ്ടുപിടിക്കുന്നത്. അതായത് 4000 വാട്ട് 4000 വാട്ട് ഡാഷ് അല്ലെങ്കിൽ എക്സ് വോൾട്ട് തന്നിക്കണേ. ഇതിനോട് ചോദിച്ചത് ആ വോൾട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ് മക്കളെ, സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചിട്ട് പറയാൻ പോവാണ്. നമുക്കറിയാം ഇക്വേഷൻ അറിയാം. P = V² R ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇക്വേഷൻ നമ്മൾ V ആണ് കണ്ടുപിടിക്കേണ്ടത്. V കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം? ഈ R അങ്ങോട്ട് കൊണ്ടുവരാ, V ഒറ്റക്കാക്കി നമുക്ക് എന്ത് കിട്ടും? V² സമയം നമുക്ക് എന്ത് കിട്ടുക? P × R എന്ന് കിട്ടും. അപ്പൊ V സമയം നമുക്ക് എന്ത് കിട്ടും? V സമയം നമുക്ക് കിട്ടും V = എന്ത്? P × R എന്ന് കിട്ടും. P × R എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ V കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇതൊക്കെ സിമ്പിൾ മാത്സ് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അതിന് ഇട്ട് കൊടുക്കാൻ പോകട്ടെ. അപ്പൊ V സമയം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? P × R എന്ന് കിട്ടിയിട്ടുണ്ട്. P × R എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ R ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. R എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 40 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. P നമുക്ക് തന്നിട്ടുണ്ട് 4000 ആണ് തന്നിട്ടുണ്ട്. നോക്കി നോക്കടാ, റൂട്ട് ഇൻറ്റു P 4000 ആണ്. 4000 ഇൻറ്റു എത്ര? 40. R എത്രയാണ്? 40 ആണ്. നോക്കടാ, 4000 42 ഇട്ടാ റൂട്ട്. ശേഷി കേട്ടോ. 4000 × 4 4 16. 3 0 ഉണ്ട്. കൂടെ ഒരു 0 കൂടെ അതായിട്ട് എത്ര കിട്ടും?
16 4 0. ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു സംഭവത്തിന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഈ 16,000 നമുക്ക് എന്താക്കാം, 16 ഗുണിക്കണം, ഇങ്ങനെ എഴുതിക്കൂടെ, നമുക്ക് എഴുതിക്കൂടാ, എഴുതാം. ഈ 16ന്റെ റൂട്ടാണ് എന്ത്, 4 ഇൻറ്റു ഈ 10,000ത്തിന്റെ റൂട്ട് എന്താ, 100. നമുക്ക് എത്ര ആൻസർ കിട്ടാം, 400 വോൾട്ട് ആൻസർ കിട്ടും. സംഭവം സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ല മക്കളെ, സിമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്ത് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ഐഡിയ ക്ലിയർ ആണല്ലോ, ഓക്കെ ആണെന്ന് വിചാരിക്കണോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ചിലപ്പം SCRT ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ വാല്യൂസ് വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതിലൊരു 115 സ്ക്വയറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SCRT ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി മനസ്സിലാവും. ഇവിടെ ഈ നമ്പറൊക്കെ ചെറിയ മാറ്റം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നമ്പറൊക്കെ മാറ്റിയതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, SCRT ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ മാറ്റമുണ്ട്. ഈ 4,000 ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒരു ലാസ്റ്റ് ഒരു 115 ലാസ്റ്റ് വരാൻ തോന്നുന്നു, സംശയമുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നവർ അത് അതൊന്നും ചെയ്ത് നോക്കേ. സെയിം മെത്തേഡ് ആണ്, പക്ഷെ ചെറിയ നമ്പർ വ്യത്യാസം മാത്രം കേട്ടോ. 115ന്റെ റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു നമ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കാം. റെഡി ആണല്ലോ? റെഡി. അപ്പൊ ഈ ലാസ്റ്റ് ക്വസ്റ്റിന് പോകാൻ പോകുന്നത്, ലാസ്റ്റ് ക്വസ്റ്റിനെ തോന്നില്ല, ശേഷം ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ കാർബൺ ഫുട്പ്രിന്റ്? സജസ്റ്റ് എനി വൺ മെത്തേഡ് ടു റെഡ്യൂസ് ദ കാർബൺ ഫുട്പ്രിന്റ്. ഞാൻ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങില് വൺ ഷോട്ട് അടിച്ച് പറഞ്ഞതാണ് കാർബൺ ഫുട്പ്രിന്റിനെ കുറിച്ച് എന്താണെന്നുള്ളത്. കാർബൺ ഫുട്പ്രിന്റ് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഈ ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ആണ്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മീഥെയിൻ, ഇതേപോലെയുള്ള ഹരിതഗൃഹവാതങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസസ് കൂടുതലായിട്ട് നമ്മുടെ സർഫസിൽ, നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ഉണ്ടാകുമ്പോൾ അത് ഭൂമിക്ക് ഭയങ്കര ദോഷമാണ്, പരിസ്ഥിതിക്ക് ഭയങ്കര ദോഷമാണ്, ക്ലൈമറ്റിന് ഭയങ്കര ക്ലൈമറ്റ് പൊല്യൂട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് കാർബൺ എമൗണ്ടുമായി ഈക്വാലിറ്റി ചെയ്തിട്ട്, ഇപ്പൊ ഒരു തുലാസിൽ 2 ആൾക്കാർ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചുകളിലൊക്കെ പോകുമ്പോൾ അവിടെ കുറച്ച് അച്ചു വെച്ചിട്ട് ഒരു കട്ട വെക്കൂലേ, ഇതേപോലെ നമ്മൾ ലോകത്തുള്ള ഫുൾ എന്ത് ചെയ്തു, ക്ലോറോഫ്ലൂറോ ഈ മറ്റേ ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഫുൾ ഒരു സാധനത്തിൽ വെച്ചു, അപ്പുറത്ത് കാർബണിന്റെ എമൗണ്ട് വെച്ചു. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ എമൗണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് അതിന് ഈക്വൽ ആയിട്ട് എത്ര കാർബൺ വേണോ ആ കാർബണിന്റെ എമൗണ്ട് ആണ് എന്ത്, കാർബൺ ഫുട്പ്രിന്റ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ടിനെ കാർബണിന്റെ എമൗണ്ടിന്റെ ബേസിൽ പ്രസ്താവിക്കുന്നതിനെ, സ്റ്റേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ഫുട്പ്രിന്റ് എന്ന് വിളിക്കുക. ഈ കാർബൺ ഫുട്പ്രിന്റ് കുറക്കാനുള്ള മാർഗങ്ങൾ, ഒന്നാമത്തെ കാര്യം വൈദ്യുത ഉപയോഗം അധികം എന്ത് ചെയ്യുക, കുറക്കുക. ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ എന്ത് ചെയ്യുക, കുറക്കുക. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറക്കാൻ ഈ ഫ്രിഡ്ജിൽ പോലുള്ള അത് നല്ല എന്ത് ചെയ്യുക, ഉപകാരപ്രദമായിട്ടുള്ള പഴയ ഫ്രിഡ്ജൊക്കെ ഈ അധികം ക്ലോറോഫ്ലൂറോ കാർബണൊക്കെ എന്ത് ചെയ്യുക, എമിറ്റ് ചെയ്യുക. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പുതിയ എന്ത് ഫ്രിഡ്ജുകളും സ്റ്റാർ വാലി കൂടെ ഫ്രിഡ്ജുകളൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. എന്ത് ചെയ്യുക, നല്ല സൂപ്പറായിട്ട് ഈ പരിസ്ഥിതിക്ക് ദോഷമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, ജീവിക്കുക. വാഹനങ്ങളുടെ എണ്ണം കുറക്കുക. അതേപോലെ ചെറിയ ഊർജ്ജം അമിതമായിട്ട് ഉപയോഗിക്കാതെ ചെറിയ രീതിയിൽ ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, കാർബൺ ഫുട്പ്രിന്റ് കുറക്കുക, നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുക. അപ്പൊ ഇത്രയാണ് എന്ത് കാർബൺ ഫുട്പ്രിന്റുമായി ബന്ധപ്പെട്ടും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടോപ്പിക് പറയാനുള്ളത്. ഇതോടുകൂടി ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് ഇന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. റെഡി. അപ്പോൾ ഇതോടുകൂടി ക്ലാസ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ചാപ്റ്റർ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു. ക്ലാസ് ഇത്ര നേരം വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇറ്റ്സ് മീ ഷാഹിൻ TP സൈനിങ് ഔട്ട്. ഫിസിക്സ് ആണ്, മനസ്സിലാക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ആയിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. വെറും 15 ദിവസം ഇല്ല, 10 ദിവസത്തിന്റെ അടുത്ത എക്സാമിനുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, എല്ലാവർക്കും ഉഷാറാവട്ടെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റഡി ടേബിൾ സൈനിങ് ഔട്ട്. ഷാഹിൻ TP സൈനിങ് ഔട്ട്. താങ്ക് യു. ബൈ.